അങ്ങനെയാണ് പറഞ്ഞു കേട്ടത്. എനിക്കറിയില്ല, ക്ലിയർ ആയിട്ട് ഡേറ്റ് പറയണ്ടാവും. അങ്ങനെ എന്തെങ്കിലും ഡേറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ സെന്ററിൽ നിന്ന് നമ്മളെ നേരിട്ട് വിളിച്ച് പറയത്തില്ലേ? ഇല്ല, ക്ലാസ് റൂമിൽ ഇടുമായിരിക്കും. ഇതുവരെ കിട്ടിയ ഒരു ഇൻഫർമേഷൻ ഒന്നും കിട്ടിയിട്ടില്ലല്ലോ, ഇതുവരെ ഒന്നും പറഞ്ഞില്ലല്ലോ അവര്. ക്ലാസ് റൂമിലൊന്നും ഒന്നും ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. മിസ് വന്നിട്ടുണ്ട്. ലിസൺ. സോ നമ്മൾ എന്താണ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ചാപ്റ്റർ 32 ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. എന്തായിരുന്നു ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ്? എന്താണ് ബയോമെഡിക്കൽ വേസ്റ്റ്? ഹലോ, കേൾക്കുന്നില്ലേ ഞാൻ പറയുന്നത്? യെസ് മാം, കേൾക്കുന്നുണ്ട്. ഓക്കെ, പറയാം. എന്താണ് ബയോമെഡിക്കൽ വേസ്റ്റ് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ വേസ്റ്റ് എന്ന് പറഞ്ഞ എന്തായിരുന്നു? അതായത് നമ്മുടെ ഹോസ്പിറ്റലിലൊക്കെ ഉണ്ടാവുന്ന വേസ്റ്റുകളാണ് ബയോമെഡിക്കൽ വേസ്റ്റുകൾ എന്ന് പറയുന്നത്. മെഡിക്കൽ ആക്ടിവിറ്റീസിലൂടെ ജനറേറ്റ് ചെയ്യപ്പെടുന്ന വേസ്റ്റുകളാണ് ബയോമെഡിക്കൽ വേസ്റ്റ് എന്നറിയപ്പെടുന്നത്. ഇനി അതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് പഠിച്ചു. ആരെയൊക്കെയാണ് ഇത്തരം വേസ്റ്റുകൾ അഫക്റ്റ് ചെയ്യുന്നതെന്ന് പഠിച്ചു. ഇനി അതിന്റെ മെയിൻ സോഴ്സുകൾ ഏതൊക്കെയായിരുന്നു? ഹോസ്പിറ്റൽസ്, അതുപോലെ ക്ലിനിക്സ്, ബ്ലഡ് ബാങ്ക്, റിസർച്ച് ലാബ്സ്, ഇമ്മ്യൂണൈസേഷൻ സെന്റേഴ്സ്, ഓട്ടോപ്സി സെന്റേഴ്സ്. നമ്മൾ എന്താ പറയാ, രണ്ട് സോഴ്സസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ? പ്രൈമറി സോഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ സെക്കൻഡറി സോഴ്സ് ഉണ്ട്. ഓക്കെ, അത് തമ്മിൽ മാറിപ്പോകരുത്. അതിൽ ഏതൊക്കെയാ വരുന്നതെന്ന് ഓർത്തിരിക്കണം. ദെൻ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ അഭിപ്രായത്തിൽ അത് പ്രകാരം എന്താണ് ബയോമെഡിക്കൽ വേസ്റ്റുകൾ എത്ര കാറ്റഗറീസ് ഉണ്ടെന്നാ പറയുന്നത്? 8 കാറ്റഗറീസ് ഉണ്ട്. ഏതൊക്കെയാണത്? ജനറൽ വേസ്റ്റ്, പത്തോളജിക്കൽ, റേഡിയോ ആക്റ്റീവ്, കെമിക്കൽ, ഷാർപ്പ്, ഫാർമസ്യൂട്ടിക്കൽ, പ്രഷറൈസ്ഡ് കണ്ടെയ്നർ, ഇൻഫെക്ഷ്യസ് ടു പൊട്ടൻഷ്യലി ഇൻഫെക്ഷ്യസ് വേസ്റ്റ്. ഓക്കെ, ഇങ്ങനെ 8 കാറ്റഗറീസ് ഓഫ് വേസ്റ്റുകൾ ഉണ്ടെന്ന് പറയുന്നു. അതിനുശേഷം നമ്മൾ എന്താണ് ചാർട്ട് ബയോമെഡിക്കൽ വേസ്റ്റുകൾ എന്താണ് മെയിൻലി രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് പഠിച്ചു. റൂൾ പഠിച്ചില്ലേ നമ്മള്? റൂൾസ് എന്നായിരുന്നു നിലവിൽ വന്നത്? 1998. റിജോ വീഡിയോ ഡീആക്ടിവേറ്റ് ആണല്ലോ. ഓക്കെ, എന്നായിരുന്നു നിലവിൽ വന്നത്? 1998 നിലവിൽ വന്നു. 2000 ഫസ്റ്റ് അമെന്റ്മെന്റ് വന്നു. 2003 നെക്സ്റ്റ് അമെന്റ്മെന്റ് വന്നു. ഫസ്റ്റ് അമെന്റ്മെന്റ് 2000 ആൻഡ് സെക്കൻഡ് വൺ 2003 അത് കഴിഞ്ഞ ഡ്യൂട്ടി ഓഫ് ഒക്യുപ്പയർ നമ്മൾ പഠിച്ചു. എന്തോ അല്ല, 2018 19 തേർഡ് ആൻഡ് ഫോർത്ത് അമെന്റ്മെന്റ് വന്നു. ഓക്കെ, മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതിനുശേഷം ഡ്യൂട്ടി നമ്മൾ പഠിച്ചില്ലേ? ഡ്യൂട്ടി ഓഫ് ഒക്യുപ്പയർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ആണ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് പ്രോസസ്സ്. അതും എടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ? മെയിൻലി ഏതൊക്കെയാണ് അതിൽ ഉൾപ്പെടുന്ന ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റിൽ ഉൾപ്പെടുന്ന സ്റ്റെപ്പുകൾ ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഏതായിരുന്നു? വേസ്റ്റ് കളക്ഷനും സെഗ്രിഗേഷനും. വേസ്റ്റ് കളക്ഷൻ വരുന്നുണ്ട്. അതേപോലെ തന്നെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? സെഗ്രിഗേഷൻസ്, വേസ്റ്റുകളെ സോർട്ട് ഔട്ട് ചെയ്യുക. ഇങ്ങനെ വേസ്റ്റുകൾ വേർതിരിക്കുന്നത് കൊണ്ട് ഈ ഹെൽത്ത് കെയർ സ്റ്റാഫുകൾക്ക്, ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് എന്തെങ്കിലും ഒരു മെച്ചമുണ്ടോ? എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടോ? യെസ് മാം. എന്തായിരിക്കാം? ബേർഡൻ കുറയ്ക്കാനായിട്ടും അതുപോലെ തന്നെ ഇൽനെസ്, അവർക്ക് വരുന്ന അസുഖങ്ങളെ സ്പ്രെഡ് ചെയ്യുന്നത് കുറയ്ക്കാനായിട്ടും പറ്റും. ഓരോ കണ്ടെയ്നർ എടുക്കുമ്പോഴും അതിൽ ഏത് ടൈപ്പ് ഓഫ് വേസ്റ്റ് ആണ് ഉൾപ്പെട്ടിരിക്കുന്നതെന്ന് തിരിച്ചറിയാനായിട്ട് ലേബിൾ നോക്കിയോ അല്ലെങ്കിൽ ആ ബാഗിന്റെ കളർ കോഡ് മനസ്സിലാക്കിയവർക്ക് എന്താണ് അതിനെതിരെ പ്രിക്യൂഷൻസ് എടുക്കാനായിട്ട്, മുൻകരുതലുകൾ എടുക്കാനായിട്ട് കഴിയുന്നതാണ് അല്ലെ? അതോടൊപ്പം തന്നെ ഇഞ്ചുറീസ് ഒഴിവാക്കാനായിട്ടും കഴിയുന്നതാണ്. അതുവരെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, റൈറ്റ്? അതുവരെ എടുത്തില്ലേ സെഗ്രിഗേഷൻ? യെസ് മാം, അതുവരെ എടുത്ത്. നോക്കിക്കോളൂ. നെക്സ്റ്റ് ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് എന്താണ് കാറ്റഗറി, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വേസ്റ്റുകൾ ഉണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് ആ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വേസ്റ്റുകൾ? ഓരോ വേസ്റ്റിനെയും ഏത് കളർ കോഡുള്ള ബാഗുകളിലാണ് അല്ലെങ്കിൽ കണ്ടെയ്നേഴ്സിലാണ് നമ്മൾ ഡിസ്കാർഡ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ഫൈനലി
ഓക്കെ, ഹോസ്പിറ്റലിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത്തരം വേസ്റ്റുകളെ ഇത് റിമൂവ് ചെയ്യുന്ന ഡിസ്പോസ് ചെയ്യുന്ന പ്ലാന്റിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് അല്ലെ. അവിടെ കൊണ്ടു ചെന്നിട്ട് ഏത് രീതിയിലാണ് ഇത്തരം വേസ്റ്റുകൾ ഡിസ്പോസ് ചെയ്യുന്നത്, ഫൈനലി റിമൂവ് ചെയ്യുന്നതിന് ഏത് മെത്തേഡാണ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ടൊരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് കാറ്റഗറി നോക്കിക്കോളൂ. ഫസ്റ്റ് വൺ എന്താണ്? കാറ്റഗറി നമ്പർ 1 ഹ്യൂമൻ അനാറ്റമിക്കൽ വേസ്റ്റുകളാണ്. എന്തൊക്കെ വരാം? ഫസ്റ്റ് വണ്ണി പറയുന്നത് ഹ്യൂമൻ അനാറ്റമിക്കൽ വേസ്റ്റുകളാണ്. എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട് അതില്? ഹ്യൂമൻ ടിഷ്യൂസ് വരാം, ഓർഗൻസ് വരാം, ബോഡി പാർട്സ്. ഓക്കെ, ഇതെല്ലാം ഹ്യൂമൻ അനാറ്റമിക്കൽ വേസ്റ്റ് എന്ന് പറയുന്ന ആ കാറ്റഗറിയിലാണ് വരുന്നത്. കാറ്റഗറി നമ്പർ 1 വരുന്നത്. സോ ഇത്തരം വേസ്റ്റുകളെ ഏത് കളർ കോഡുള്ള ബാഗിലായിരിക്കണം ഡിസ്പോസ് ചെയ്യേണ്ടത്? യെല്ലോ പ്ലാസ്റ്റിക് ബാഗിലായിരിക്കണം. ഹോസ്പിറ്റലിൽ നിന്നും എല്ലാ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും വേസ്റ്റുകൾ എന്ത് ചെയ്തു, പ്രോപ്പർ ആയിട്ട് കളക്ട് ചെയ്തു. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് ആയിരുന്നു സെഗ്രിഗേഷൻ, വേർതിരിക്കുക അല്ലെ. എന്തിന്റെ ബേസിലായിരിക്കണം വേസ്റ്റുകളെ വേർതിരിക്കേണ്ടത്, അല്ലെങ്കിൽ ഏത് കളർ കോഡുള്ള ബാഗിലായിരിക്കണം നമ്മൾ ഈ കളക്ട് ചെയ്യുന്ന വേസ്റ്റുകളെ ഡിസ്പോസ് ചെയ്യേണ്ടത്? ഓക്കെ, ഏത് ബാഗിലായിരിക്കണം? ഹ്യൂമൻ അനാറ്റമിക്കൽ വേസ്റ്റ് ആണെങ്കിൽ യെല്ലോ ബാഗിലായിരിക്കണം വേസ്റ്റുകൾ ഡിസ്പോസ് ചെയ്യേണ്ടത്. ഇനി അതിന് നമ്മൾ പ്ലാന്റിൽ കൊണ്ടുവന്നു, ഹോസ്പിറ്റലിൽ നിന്നും കളക്ട് ചെയ്ത ഇത്തരം വേസ്റ്റുകളെ പ്ലാന്റിൽ കൊണ്ടുവന്നു. ഓക്കെ, ഇനി അവിടെ എത്തിയതിനു ശേഷം ഈ വേസ്റ്റുകളെ ഫൈനലി നമ്മൾ റിമൂവ് ചെയ്യണം, നശിപ്പിച്ചു കളയണം, വേണമല്ലോ. അതിന് ഏത് മെത്തേഡാണ് തിരഞ്ഞെടുക്കാൻ പറ്റുന്നത്? സോ ഹ്യൂമൻ അനാറ്റമിക്കൽ വേസ്റ്റുകളുടെ കാര്യം വരുമ്പോൾ ഏതാണ്? ഇൻസിനറേഷൻ മെത്തേഡ് അല്ലെങ്കിൽ ഡീപ് ബെറിയൽ മെത്തേഡ് ആണ് സെലക്ട് ചെയ്യാവുന്നത്. ക്ലിയർ ആണോ? ഇൻസിനറേഷൻ മെത്തേഡ് എന്താണ്, എന്തായിരിക്കാം? നല്ല ഫുള്ളായിട്ട് കത്തിച്ച് കളഞ്ഞ് ചാരമാക്കുന്നത്. നമ്മൾ അന്നൊരു ഡിവൈസിന്റെ പേര് പഠിച്ചു, ഇൻസുലേറ്റർ. ഇൻസിനറേറ്റർ ഡിവൈസ് നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പോൾ ഹൈ ടെമ്പറേച്ചർ യൂസ് ചെയ്ത് ഇത്തരം വേസ്റ്റുകളെ കത്തിച്ചു കളയുന്ന ഒരു പ്രോസസ് ആണ് ഇൻസിനറേഷൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഡീപ് ബെറിയൽ, ദഹിപ്പിച്ച് കളയുക. ഓക്കെ, അപ്പൊ ഇതിൽ ഏതെങ്കിലും മെത്തേഡ് ആയിരിക്കാം തെരഞ്ഞെടുക്കുന്നത്. ക്ലിയർ ആണോ? സോ ഹ്യൂമൻ അനാറ്റമിക്കൽ വേസ്റ്റ് ആണെങ്കിൽ ഏത് കളർ ബാഗാണ്? യെല്ലോ കളർ ആയിരിക്കണം. ദെൻ മെത്തേഡ് ഏതാണ്? ഇൻസിനറേഷൻ ഓർ ഡീപ് ബെറിയൽ. ഇൻസിനറേഷൻ അല്ലെങ്കിൽ ഡീപ് ബെറിയൽ മെത്തേഡ് സെലക്ട് ചെയ്യാവുന്നതാണ്. ആൻഡ് ദ സെക്കൻഡ് വൺ അനിമൽ വേസ്റ്റ്. ഓക്കെ, അനിമൽ വേസ്റ്റിൽ ഏതൊക്കെ ഉൾപ്പെടാം? അനിമൽ ടിഷ്യൂസ് വരാം, ഓർഗൻസ് വരാം, ബോഡി പാർട്സ് വരാം, കാർക്കാസസ് വരാം, ബ്ലീഡിംഗ് പാർട്സ്, ഫ്ലൂയിഡ്, ബ്ലഡ് ആൻഡ് എക്സ്പെരിമെന്റൽ, അനിമൽസ് യൂസ്ഡ് ഇൻ റിസർച്ച്, വേസ്റ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ വെറ്റിനറി ഹോസ്പിറ്റൽസ് ആൻഡ് കോളേജസ്, ഹോസ്പിറ്റൽ ഫ്രം ഡിസ്ചാർജസ്. ഇങ്ങനെ അനിമൽസുമായി ബന്ധപ്പെട്ട എല്ലാ ബോഡി പാർട്സുകളും, ഓർഗൻസ്, ടിഷ്യൂസ്, ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്, ഈ ടൈപ്പ് ഓഫ് വേസ്റ്റുകളെല്ലാം അനിമൽ വേസ്റ്റ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലാണ് വരുന്നത്. ഈ എന്താണ് ഇത്തരം വേസ്റ്റുകളെ നമ്മൾ ഏത് കളർ ബാഗിലായിരിക്കണം ഡിസ്പോസ് ചെയ്യേണ്ടത്? യെല്ലോ. എന്തോ മൃതശരീരങ്ങൾ, അവശിഷ്ടങ്ങൾ, മൃതാവശിഷ്ടങ്ങൾ എന്ന് പറയില്ലേ. ഓക്കെ, അപ്പൊ ഇത്തരം വേസ്റ്റുകളെ എല്ലാം യെല്ലോ കളർ ബാഗിലായിരിക്കണം. നേരത്തെ ഹ്യൂമൻ അനാറ്റമിക്കൽ വേസ്റ്റുകളെ ട്രീറ്റ് ചെയ്യുന്ന അതേ രീതിയിൽ തന്നെയാണ് ഇത്തരം അനിമൽ വേസ്റ്റുകളെയും നമ്മൾ ഡിസ്പോസ് ചെയ്യേണ്ടത്. യെല്ലോ കളർ ബാഗിലായിരിക്കണം ഡിസ്പോസ് ചെയ്യേണ്ടത്. ഓക്കെ, അതിനും ഏത് മെത്തേഡാണ് സെലക്ട് ചെയ്യാവുന്നത്? ഇൻസിനറേഷൻ മെത്തേഡ്. ഇൻസിനറേഷൻ അല്ലെങ്കിൽ ഡീപ് ബെറിയൽ മെത്തേഡ് സെലക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ആൻഡ് ദ തേർഡ് വൺ വിച്ച് ഈസ് മൈക്രോബയോളജി ആൻഡ് ബയോടെക്നോളജി വേസ്റ്റ്. ഓക്കെ, മൂന്നാമത്തെ വേസ്റ്റുകളാണ്. ഏതാണ്? മൈക്രോബയോളജി അല്ലെങ്കിൽ ബയോടെക്നോളജി വേസ്റ്റ്. ക്ലിയർ ആണോ? സോ മൈക്രോബയോളജി എന്ന് പറഞ്ഞാൽ എന്താ? മൈക്രോബയോളജി എന്തായിരിക്കാം? മെഡിസിൻ ഒക്കെ ഉണ്ടാക്കുന്നതാണ്. സൂക്ഷ്മാണുക്കൾ, അതായത് ഫംഗസ്, ബാക്ടീരിയ, വൈറസ് പോലുള്ള സൂക്ഷ്മാണുക്കളെ കുറിച്ചുള്ള, മൈക്രോബ്സുകളെ കുറിച്ചുള്ള പഠനമാണ്, സ്റ്റഡിയാണ് മൈക്രോബയോളജി. ഓക്കെ, ഇതിന്റെ ഫലമായിട്ട് ഇതിനെ എക്സ്പെരിമെന്റ് നടത്തുന്നുണ്ട് അല്ലെങ്കിൽ റിസർച്ച് ചെയ്യുന്നുണ്ട്. ഇതിന്റെ എല്ലാം ഫലമായിട്ട് നമ്മൾ കളക്ട് ചെയ്യുന്ന സാമ്പിൾസ് എല്ലാം എന്താണ്? വേസ്റ്റ് ആയിട്ട്, മൈക്രോബയോളജി വേസ്റ്റ് ആയിട്ട് എന്താണ് ജനറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. സോ ആ ടൈപ്പ് ഓഫ് വേസ്റ്റുകൾ. അതേപോലെ തന്നെ ബയോടെക്നോളജി വേസ്റ്റുകൾ എന്തായിരിക്കാം? ജൈവ സാങ്കേതിക വിദ്യയുടെ ഫലമായിട്ട് ഇപ്പൊ DNA ക്രിയേറ്റ് ചെയ്യുക, പുതിയ സെല്ലുകൾ ക്രിയേറ്റ് ചെയ്യുക, മോഡിഫൈ ചെയ്യുക, ചില പ്രോസസ്സുകളൊക്കെ നടക്കുന്നില്ലേ? ജൈവ സാങ്കേതിക വിദ്യയുടെ ഫലമായിട്ട് നടക്കുന്ന എന്താണ് ജനറേറ്റ് ചെയ്യപ്പെടുന്ന വേസ്റ്റുകൾ ഉണ്ട്. അത്തരം വേസ്റ്റുകൾ ഇതെല്ലാം ഏത് കളർ ബാഗിലായിരിക്കണം ഡിസ്പോസ് ചെയ്യേണ്ടത്? യെല്ലോ ഓർ റെഡ്. യെല്ലോ അല്ലെങ്കിൽ റെഡ് ബാഗിലായിരിക്കണം ഡിസ്പോസ് ചെയ്യേണ്ടത്. ഓക്കെ, നോക്കിക്കോളൂ. മൈക്രോബയോളജി ആൻഡ് ബയോടെക്നോളജി വേസ്റ്റിൽ ഏതെല്ലാം ഉൾപ്പെടുന്നുണ്ട്? വേസ്റ്റ് ഫ്രം ലബോറട്ടറി കൾച്ചേഴ്സ്, സ്റ്റോക്സ് ഓർ സ്പെസിമെൻസ് ഓഫ്
live microorganisms, human and animal cell cultures used in research and infectious agents from research and industrial laboratories, biological production by produce waste, toxins and devices utilized to transfer cultures. അതിന് യൂസ് ചെയ്യുന്ന കൾച്ചറുകൾ, സാമ്പിളുകൾ കളക്ട് ചെയ്യുന്ന ഡിവൈസുകളും എന്താണ് ഈ ഒരു കാറ്റഗറി ഓഫ് വേസ്റ്റിലാണ് ഉൾപ്പെടുന്നത്. ക്ലിയർ ആണോ? അപ്പൊ ഇത്തരം എല്ലാ വേസ്റ്റുകളെയും ഒരു യെല്ലോ കളർ അല്ലെങ്കിൽ റെഡ് കളർ ബാഗിലായിരിക്കണം എന്താണ് സ്റ്റോർ അല്ലെങ്കിൽ എന്താണ് ഡിസ്കാർഡ് ചെയ്യേണ്ടത്, നിക്ഷേപിക്കേണ്ടത്. ഇനി ഇത്തരം വേസ്റ്റുകളെ ഫൈനലി നമ്മൾ റിമൂവ് ചെയ്യണം, വേണമല്ലോ. അതിന് ഏത് മെത്തേഡൊക്കെ സെലക്ട് ചെയ്യാം? ഫസ്റ്റ് വൺ ആണ് ഓട്ടോക്ലേവിംഗ്. ഓട്ടോക്ലേവിംഗ് എന്താ? ഓട്ടോക്ലേവിംഗ് ഹൈ പ്രഷറിലും ടെമ്പറേച്ചറിലും നമ്മൾ സ്റ്റീം ചെയ്തിട്ട് സ്റ്റീം ചെയ്തുകൊണ്ട്, ഹൈ സ്റ്റീം യൂസ് ചെയ്തുകൊണ്ട് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ എന്താണ് മൈക്രോബ്സുകളെ, സൂക്ഷ്മാണുക്കളെ നീക്കം ചെയ്യുന്നതിനുള്ള ഒരു പ്രോസസ് ആണ് ഓട്ടോക്ലേവിംഗ്. ദെൻ മൈക്രോവേവിംഗ് എന്തായിരിക്കാം? അതുപോലെ മൈക്രോ ഓർഗാനിസംസ് അതേപോലെ സെയിം ടെമ്പറേച്ചർ. മൈക്രോ, അതായത് ഹൈ ഫ്രീക്വൻസി വേവ്സിന്റെ, തരംഗങ്ങളുടെ വേവ്സിന്റെ ഹെൽപ്പോടുകൂടി എന്ത് ചെയ്യുന്നു? ഈ സൂക്ഷ്മാണുക്കളെ നീക്കം ചെയ്യുന്നതിനുള്ള മറ്റൊരു മെത്തേഡാണ് മൈക്രോവേവ്സ്, മൈക്രോവേവിംഗ്. ഓക്കെ. ദെൻ ഇൻസിനറേഷൻ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ ഇതില് ഈ 3 മെത്തേഡിൽ ഏത് മെത്തേഡ് വേണമെങ്കിലും എന്താണ് സെലക്ട് ചെയ്യാവുന്നതാണ്. ക്ലിയർ ആണ്? ഓട്ടോക്ലേവിംഗ് എന്ന് പറഞ്ഞാൽ സ്റ്റീമിന്റെ ഹെൽപ്പോടുകൂടി ആ വേസ്റ്റുകളിൽ നിന്നും സൂക്ഷ്മാണുക്കളെ നീക്കം ചെയ്യുന്നു. ഓക്കെ, പത്തോജൻസിനെ നീക്കം ചെയ്യുന്നു. അതേപോലെ മൈക്രോവേവിംഗ് ആണെങ്കിലോ ഹൈ ഫ്രീക്വൻസി വേവ്സിന്റെ ഹെൽപ്പോടുകൂടി, ഉയർന്ന ആവൃത്തിയുള്ള എന്താണ് തരംഗങ്ങളുടെ ഹെൽപ്പോടുകൂടി വേസ്റ്റുകളിൽ നിന്നും സൂക്ഷ്മാണുക്കളെ നീക്കം ചെയ്യുന്നതിനുള്ള പ്രോസസ്സാണ് മൈക്രോവേവിംഗ്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇൻസിനറേഷൻ, എന്താണ് മൊത്തത്തിൽ കത്തിച്ചു കളയാവുന്നതാണ്. ക്ലിയർ ആണോ? അപ്പൊ ഈ 3 മെത്തേഡിൽ ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ആൻഡ് ദി ഫോർത്ത് വൺ നോക്കിക്കോളൂ, വേസ്റ്റ് ഷാർപ്സ്. ഷാർപ്പ് വേസ്റ്റുകൾ ഉണ്ട്. ഏതൊക്കെയായിരിക്കാം? ഒരു ഹോസ്പിറ്റലിൽ നിന്നും അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന, ജനറേറ്റ് ചെയ്യപ്പെടുന്ന വേസ്റ്റുകളിൽ ഏതൊക്കെ വരാം? നീഡിൽസ്, നൈഫ്സ്, ബ്ലേഡ്, ഓക്കെ, നീഡിൽസ് വരാം, സ്കാൽപ്പൽ, സിറിഞ്ച്, അങ്ങനെ പലതരത്തിലുള്ള ഗ്ലാസസ് അല്ലേ. അപ്പൊ ഇത്തരത്തിലുള്ള വേസ്റ്റ്, ഷാർപ്പ് വേസ്റ്റുകളെ ഏത് ടൈപ്പ് ഓഫ് ബാഗിലായിരിക്കണം ഡിസ്പോസ് ചെയ്യേണ്ടത്? പഞ്ചർ റെസിസ്റ്റന്റ് ആയിട്ടുള്ള വെരി ഗുഡ്, പഞ്ചർ റെസിസ്റ്റന്റ് കണ്ടെയ്നേഴ്സിലായിരിക്കണം നമ്മൾ ഡിസ്കാർഡ് ചെയ്യേണ്ടത്. ഇനി അതിനൊരു കളർ കോഡ് കൊടുത്തിട്ടുണ്ട്. ഏതാണ്? ബ്ലൂ അല്ലെങ്കിൽ വൈറ്റ് ട്രാൻസ്ലൂസന്റ് പങ്ക്ചർ പ്രൂഫ് കണ്ടെയ്നേഴ്സിലായിരിക്കണം. ബ്ലൂ അല്ലെങ്കിൽ വൈറ്റ് ആയിട്ടുള്ള ട്രാൻസ്ലൂസന്റ് എന്താണ് അർദ്ധ സുതാര്യമായിട്ടുള്ളത്, ഭാഗികമായിട്ട് എന്താണ് സുതാര്യമായിട്ടുള്ള അത്തരം കണ്ടെയ്നേഴ്സിൽ അല്ലെങ്കിൽ ബാഗുകളിലായിരിക്കണം ഈ ഷാർപ്പ് വേസ്റ്റുകൾ നമ്മൾ ഡിസ്പോസ് ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? ഇനി അതിനെ ഫൈനലി നമുക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ ഏത് മെത്തേഡൊക്കെ സെലക്ട് ചെയ്യാവുന്നതാണ്? ഫസ്റ്റ് എന്ത് ചെയ്യണം? ഡിസിൻഫെക്ട് ചെയ്യണം. അത്തരം വേസ്റ്റുകളിൽ നിന്നും ആ ഷാർപ്സുകളിൽ നിന്നാണ് സൂക്ഷ്മാണുക്കളെ നീക്കം ചെയ്യേണ്ടതുണ്ട്. ഏതൊക്കെ മെത്തേഡ് യൂസ് ചെയ്യാം അതിനു വേണ്ടി? കെമിക്കൽ ട്രീറ്റ്മെന്റ്. ഓക്കെ, കെമിക്കൽ ട്രീറ്റ്മെന്റിലൂടെ സൂക്ഷ്മാണുക്കൾ അല്ലെങ്കിൽ അണുക്കളെ, ജംസുകളെ നീക്കം ചെയ്യാവുന്നതാണ്. ഓക്കെ, ഏതായിരിക്കാം അത് കെമിക്കൽ ട്രീറ്റ്മെന്റ്? ഇപ്പൊ സിസേഴ്സ് ഒരു ഷാർപ്പാണ് അല്ലെ, സിസേഴ്സിൽ ബ്ലഡ് അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡുമായിട്ട് കോണ്ടാക്റ്റിൽ വന്നൊരു സിസേഴ്സ് ആണെങ്കിൽ അതിൽ നിന്നും ജെംസുകളെ ഏത് രീതിയിലായിരിക്കും നമ്മൾ ഇനീഷ്യൽ സ്റ്റേജിൽ റിമൂവ് ചെയ്യുന്നത്? 1% ഹൈപ്പോക്ലോറൈറ്റ് സൊല്യൂഷൻ യൂസ് ചെയ്താണ് ജെംസുകളെ നിർവീര്യമാക്കുന്നത്. ഓക്കെ, അപ്പൊ കെമിക്കൽ ട്രീറ്റ്മെന്റിലൂടെ ഡിസിൻഫെക്ട് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഓട്ടോക്ലേവിംഗ്, സ്റ്റീം യൂസ് ചെയ്ത് എന്താണ് ജെംസുകളെ നിർവീര്യമാക്കാവുന്നതാണ്. അതല്ലെങ്കിൽ മൈക്രോവേവ്സ്, ഹൈ ഫ്രീക്വൻസി വേവ്സിന്റെ ഹെൽപ്പോടുകൂടി എന്താണ് ജെംസുകളെ റിമൂവ് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ മ്യൂട്ടിലേഷൻ. എന്തായിരിക്കാം മ്യൂട്ടിലേഷൻ? മ്യൂട്ടിലേഷൻ എന്ന് പറഞ്ഞാൽ വീണ്ടും ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിൽ എന്താണ് അത്തരം ഷാർപ്പുകളെ രൂപമാറ്റം വരുത്തുക. ഇതാണ് മ്യൂട്ടിലേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വീണ്ടും ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് എന്താണ് രൂപമാറ്റം വരുത്തുക. അല്ലെങ്കിൽ എന്താണ് ഷ്രെഡിങ്, ചെറിയ പീസസ് ആക്കി നമുക്ക് എന്താണ് അതിനെ മാറ്റാവുന്നതാണ്. കട്ട് ചെയ്തുകൊണ്ട് ചെറിയ പീസസ് ആക്കി വീണ്ടും ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് അതിനെ മാറ്റാവുന്നതാണ്. അപ്പോൾ ഇതിനെന്താണ് ഈ മെത്തേഡ് എല്ലാം ഷാർപ്പ് വേസ്റ്റുകൾ വരുമ്പോൾ ഇത്തരം മെത്തേഡിൽ ഏത് മെത്തേഡ് വേണമെങ്കിലും സെലക്ട് ചെയ്യാവുന്നതാണ്. ക്ലിയർ ആണോ? കാറ്റഗറി 4 വേസ്റ്റ് ഷാർപ്പ്. ഓക്കെ, ഷാർപ്പ് വേസ്റ്റുകളെ എങ്ങനെയാണ്, ഏത് കളർ ബാഗിലായിരിക്കണം ഡിസ്പോസ് ചെയ്യേണ്ടത്? ഏതിലാണ്? ബ്ലൂ ഓർ വൈറ്റ് അല്ലെങ്കിൽ ട്രാൻസ്ലൂസന്റ് ആയിട്ടുള്ള പഞ്ചർ റെസിസ്റ്റന്റ് കണ്ടെയ്നർ.
ബ്ലൂ അല്ലെങ്കിൽ വൈറ്റ് കളർ ബാഗിലായിരിക്കണം ഡിസ്പോസ് ചെയ്യേണ്ടത്. ഇനി ഏതൊക്കെ മെത്തേഡ് നമുക്ക് ഫോളോ ചെയ്യാം? ഡിസിൻഫെക്റ്റന്റ്, അതുപോലെ തന്നെ അതിൽ ഓട്ടോക്ലേവ്, കെമിക്കൽ ട്രീറ്റ്മെന്റ്, മൈക്രോവേവിംഗ്, മ്യൂട്ടിലേഷൻ ഓർ ഷ്രെഡിങ്. ഡിസിൻഫെക്റ്റിംഗ് ചെയ്യണം അല്ലെ, അതിൽ നിന്നും അണുവിമുക്തമാക്കണം. അതിനുവേണ്ടി ഷ്രെഡിങ് നമുക്ക് ഫോളോ ചെയ്യാം. അതുമല്ലെങ്കിൽ മ്യൂട്ടിലേഷൻ, മൈക്രോവേവിംഗ്, ഓട്ടോക്ലേവിംഗ്, ഇതിൽ ഏത് മെത്തേഡ് വേണമെങ്കിലും സെലക്ട് ചെയ്യാവുന്നതാണ്. ആൻഡ് ദ ഫിഫ്ത്ത് വൺ വിച്ച് ഈസ് ഡിസ്കാർഡഡ് മെഡിസിൻ ആൻഡ് സൈറ്റോടോക്സിക് ഡ്രഗ്സ്. എന്താണ് സൈറ്റോടോക്സിക്? ടിഷ്യൂനും സെൽസിനൊക്കെ ഡാമേജ് വരുത്തുന്ന, സെൽസിനെയൊക്കെ നശിപ്പിക്കാൻ കഴിയുന്ന ഒരു സബ്സ്റ്റാൻസ് ആണ്, കെമിക്കൽ സബ്സ്റ്റാൻസസ് ആണ് സൈറ്റോടോക്സിക് എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഉപേക്ഷിക്കപ്പെട്ട മരുന്നുകൾ, അതല്ലെങ്കിൽ അങ്ങനെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മെഡിസിൻസ്, ഇതിനെയെല്ലാം ബ്ലാക്ക് കളർ അല്ലെങ്കിൽ റെഡ് പ്ലാസ്റ്റിക് ബാഗിലായിരിക്കണം നിക്ഷേപിക്കേണ്ടത്. ക്ലിയർ ആണോ? ബ്ലാക്ക് അല്ലെങ്കിൽ റെഡ് ബാഗിലായിരിക്കണം ഡിസ്പോസ് ചെയ്യേണ്ടത്. ഇനി ഒരു പ്ലാന്റിൽ ഇത്തരം വേസ്റ്റുകളെ കൊണ്ടുവന്നു, എന്നിട്ട് ഫൈനലി നമുക്ക് എന്ത് ചെയ്യണം? നശിപ്പിച്ച് കളയേണ്ടതുണ്ട്. അതിനുവേണ്ടി ഇൻസിനറേഷൻ മെത്തേഡ് ഫോളോ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇൻസിനറേറ്റർ എന്ന് പറഞ്ഞ ഡിവൈസിൽ അതിട്ടുകൊണ്ട് എന്ത് ചെയ്യാം? കത്തിച്ച് കളയാവുന്നതാണ്. ഓക്കെ, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ലാൻഡ് ഫില്ല് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ലാൻഡ് ഫില്ലിന് വേണ്ടി ഇത്തരം വേസ്റ്റുകളെ ഉപയോഗിക്കാവുന്നതാണ്. ലാൻഡ് ഫിൽ എന്ന് പറഞ്ഞാൽ ഒരു സെക്ലൂഡഡ് ഏരിയ, ആളൊഴിഞ്ഞ ഒരു പ്രദേശം, ഒരു പെർട്ടിക്കുലർ ഏരിയ സെലക്ട് ചെയ്തുകൊണ്ട് അവിടെ എന്ത് ചെയ്യുന്നു? ഹ്യൂമൻ ഹെൽത്തിനെയും എൻവയോൺമെന്റിനെയും അഫക്റ്റ് ചെയ്യാത്ത, ബാധിക്കാത്ത രീതിയിൽ എന്താണ് സെക്യൂർഡ് ആയിട്ട് ഇത്തരം വേസ്റ്റുകളെ ഡംപ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ലാൻഡ് ഫിൽ എന്ന് പറയുന്നത്. ഓക്കെ, അതിനുവേണ്ടി ഇത്തരം ഡിസ്കാർഡഡ് മെഡിസിൻ അല്ലെങ്കിൽ സൈറ്റോടോക്സിക് ഡ്രഗ്സുകളെ ഉപയോഗിക്കുന്നു. ഓക്കെ, ഡയറക്റ്റ് ആയിട്ട് നേരെ ഇത്തരം മരുന്നുകൾ കൊണ്ടുപോയിട്ട്, മെഡിസിൻസ് കൊണ്ടുപോയിട്ട് അവിടെ ഡംപ് ചെയ്യുകയല്ല ചെയ്യുന്നത്. മറിച്ച് എന്ത് ചെയ്യുന്നു? ഇതിൽ നിന്നും കെമിക്കൽ എലമെന്റ്സ് എല്ലാം, സബ്സ്റ്റാൻസിനെ എല്ലാം നീക്കം ചെയ്തതിന് ശേഷം ഒരു എന്താണ് എൻവയോൺമെന്റിനെ ഹാംഫുള്ളി അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ അവിടെ കൊണ്ടുപോയിട്ട് ഡംപ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ലാൻഡ് ഫിൽ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? സോ ഇൻസിനറേഷനിലൂടെ ഇത്തരം വേസ്റ്റുകളെ നശിപ്പിക്കാം, അതല്ലെങ്കിൽ ലാൻഡ് ഫില്ല് ചെയ്യാവുന്നതാണ്. ഈ 5 കാറ്റഗറി, 5 ടൈപ്പ് ഓഫ് വേസ്റ്റുകളെ എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ട് ഡിസ്കാർഡ് ചെയ്യേണ്ടത്? ക്ലിയർ ആണോ? ഫസ്റ്റ് വൺ എങ്ങനെയായിരുന്നു? ഏതായിരുന്നു? ഏത് ടൈപ്പ് ഓഫ് വേസ്റ്റ് ആയിരുന്നു? ഹ്യൂമൻ വേസ്റ്റ്, ഹ്യൂമൻ അനാറ്റമിക്കൽ വേസ്റ്റുകൾ. അതിനെങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്? അത് യെല്ലോ കളർ പ്ലാസ്റ്റിക് ബാഗിലാണ് നമ്മളത് ഡിസ്കാർഡ് ചെയ്യേണ്ടത്. പിന്നെ അതിനെ നശിപ്പിക്കാനായിട്ട് ഇൻസിനറേറ്റർ അല്ലെങ്കിൽ ഡീപ് ബ്യൂറിയൽ മെത്തേഡ് യൂസ് ചെയ്യാം. ഇൻസിനറേഷൻ അല്ലെങ്കിൽ ഡീപ് ബറിയൽ മെത്തേഡ് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി അനിമൽ വേസ്റ്റ് ആണെങ്കിലോ? ഇത് തന്നെയാണ് മാം, യെല്ലോ കളർ ബാഗ് തന്നെയാണ്. അനാറ്റമിക്കൽ വേസ്റ്റുകൾ എങ്ങനെയാണോ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് അതേ രീതി, ആ മെത്തേഡ് തന്നെയാണ് അനിമൽ വേസ്റ്റുകളെയും ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് ഫോളോ ചെയ്യേണ്ടത്. ആൻഡ് തേർഡ് വൺ മൈക്രോബയോളജി അല്ലെങ്കിൽ ബയോടെക്നോളജി വേസ്റ്റ്. ഓക്കെ, റിസർച്ചിന്റെ ഫലമായിട്ട്, എക്സ്പെരിമെന്റ്സിന്റെ ഫലമായിട്ടെല്ലാം ജനറേറ്റ് ചെയ്യപ്പെടുന്ന വേസ്റ്റുകൾ എന്ത് ചെയ്യണം? ഏത് കളർ ബാഗിലാണ് ഡിസ്പോസ് ചെയ്യേണ്ടത്? യെല്ലോ അല്ലെങ്കിൽ റെഡ് കളർ ബാഗിലായിരിക്കണം ഡിസ്പോസ് ചെയ്യേണ്ടത്. ഇനി ഫൈനലി അതിനെ റിമൂവ് ചെയ്യുന്ന മെത്തേഡ് ഏതൊക്കെയായിരിക്കാം? ഓട്ടോക്ലേവിംഗ് തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ മൈക്രോവേവിംഗ്, അതുമല്ലെങ്കിൽ ഇൻസിനറേഷൻ ചെയ്യാവുന്നതാണ്. Then fourth one ഷാർപ്പ്. ഫങ്ഷണൽ റെസിസ്റ്റൻസ് കണ്ടെയ്നർ, കെമിക്കൽ. പഞ്ച് റെസിസ്റ്റന്റ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സിലായിരിക്കണം, കണ്ടെയ്നർ അല്ലെങ്കിൽ ബാഗിലായിരിക്കണം ഇത്തരം വേസ്റ്റുകളെ ഡിസ്പോസ് ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ പിന്നെന്താ പ്രത്യേകത? ബ്ലൂ അല്ലെങ്കിൽ വൈറ്റ് കളർ ആയിട്ടുള്ള ബാഗുകളായിരിക്കണം. അതിനെങ്ങനെ റിമൂവ് ചെയ്യാം? മാനുഫാക്ചറിംഗ് ഹൈ വേസ്റ്റ് ഷാർപ്പുകൾ, ഷാർപ്സ് ആയിട്ടുള്ള ഒബ്ജക്റ്റുകളെ ഉപയോഗിച്ചിട്ട് ചെയ്യാം. ഷ്രെഡിങ് ചെയ്യാം, അല്ലെങ്കിൽ മ്യൂട്ടിലേഷൻ എന്താണ് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ ഓട്ടോക്ലേവിംഗ്, അതുമല്ലെങ്കിൽ എന്താണ് കെമിക്കൽ ട്രീറ്റ്മെന്റ്. ദെൻ പിന്നെ ഏതാണ്? മൈക്രോവേവിംഗ്. ഇതിൽ ഏത് മെത്തേഡ് വേണമെങ്കിലും ഫോളോ ചെയ്യാവുന്നതാണ്. ആൻഡ് ദ ഫിഫ്ത്ത് വൺ എന്തായിരുന്നു? എന്ത് ചെയ്യണം അതിനെ? ബ്ലാക്ക് അല്ലെങ്കിൽ റെഡ് കളർ പ്ലാസ്റ്റിക് ബാഗിലാക്കിയിട്ടാണ് നമ്മൾ ഡിസ്കാർഡ് ചെയ്യാം. എന്നിട്ട് ഇൻസിനറേഷൻ മെത്തേഡ് യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ സേഫ് ആയിട്ടുള്ള, സെക്യൂർ ആയിട്ടുള്ള സ്ഥലത്ത് ലാൻഡ് ഫിൽ ചെയ്തിട്ട് ഡിസ്പോസ് ചെയ്യാനും പറ്റും. ലാൻഡ് ഫില്ല് ചെയ്യാനായിട്ടും
യൂസ് ചെയ്യാവുന്നതാണ്. ആൻഡ് 6th വൺ നോക്കിക്കോളൂ, സോയിൽഡ് വേസ്റ്റ്. ഓക്കെ, മലിനമായിട്ടുള്ള വേസ്റ്റുകൾ ഏതൊക്കെയാണ്? ഐറ്റംസ് പൊല്യൂട്ടഡ് വിത്ത് ബോഡി ഫ്ലൂയിഡ് include cotton, bandage, soiled plaster cast, linens, beds and blood, contaminated items. ഓക്കെ, ബ്ലഡ് അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന എല്ലാ ഐറ്റംസിനെയും എന്താണ്? യെല്ലോ അതല്ലെങ്കിൽ റെഡ് കളർ ബാഗിലായിരിക്കണം നമ്മൾ ഡിസ്പോസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി അതിന് ഏതൊക്കെ മെത്തേഡ് ഫോളോ ചെയ്യാം? ഇൻസിനറേഷൻ, ഓട്ടോക്ലേവിംഗ് അല്ലെങ്കിൽ മൈക്രോവേവിംഗ്. ഇൻസിനറേഷൻ, ഓട്ടോക്ലേവിംഗ്, മൈക്രോവേവിംഗ്, ഇതിൽ ഏത് മെത്തേഡ് വേണമെങ്കിലും ഫോളോ ചെയ്യാവുന്നതാണ്. ആൻഡ് 7th വൺ, സോളിഡ് വേസ്റ്റ്. Waste produced by disposable products other than sharp waste, including tubing, catheters, intravenous. Okay, ഈ ഷാർപ്പ് വേസ്റ്റുകളല്ലാത്ത മറ്റ് ടൈപ്പ് ഓഫ് സോളിഡ് വേസ്റ്റുകൾ ഉണ്ട്. ഏതൊക്കെയായിരിക്കും അത്? നമ്മള് കത്തീറ്റർ, യൂറിനൊക്കെ ഇടുന്ന കത്തീറ്റർ പോലുള്ളത്, ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ട്യൂബ് അല്ലെ, നമ്മുടെ അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡുമായിട്ട് കോണ്ടാക്ട് വരുന്ന ട്യൂബുകൾ. ഓക്കെ, IV ട്യൂബ്സ് ഒക്കെ ഉണ്ട് അല്ലെ. അപ്പൊ ഇത്തരം ട്യൂബ്സുകൾ എന്ത് ചെയ്യണം? ബ്ലഡ് അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡുമായിട്ട് കോണ്ടാക്റ്റിൽ വന്ന ഇത്തരം സോളിഡ് വേസ്റ്റുകളെ റെഡ് ബാഗിലായിരിക്കണം സ്റ്റോർ ചെയ്യേണ്ടത്. ഓക്കെ, റെഡ് കളർ ബാഗിലായിരിക്കണം സ്റ്റോർ ചെയ്യേണ്ടത്. ഇനി അതിനെങ്ങനെ ഡിസിൻഫെക്ട് ചെയ്യാം? അതിൽ നിന്നും അണുക്കളെ എങ്ങനെ നീക്കം ചെയ്യാം? അതിന് ഏതൊക്കെ മെത്തേഡ് ഫോളോ ചെയ്യാം? കെമിക്കൽ ട്രീറ്റ്മെന്റ്, ഓട്ടോക്ലേവിംഗ്, മൈക്രോവേവിംഗ്, മ്യൂട്ടിലേഷൻ ആൻഡ് ഷ്രെഡിംഗ്. ഓക്കെ, കെമിക്കൽ ട്രീറ്റ്മെന്റ് ഫോളോ ചെയ്യാം, അതല്ലെങ്കിൽ ഓട്ടോക്ലേവിംഗ്, മൈക്രോവേവിംഗ്, മ്യൂട്ടിലേഷൻ ആൻഡ് ഷ്രെഡിംഗ്. മ്യൂട്ടിലേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? മ്യൂട്ടിലേഷൻ അതിനെ രൂപമാറ്റം വരുത്തിയിട്ട് നമ്മൾ റീയൂസ് ചെയ്യുന്നൊരു. ഓക്കെ, ദെൻ 8th നോക്കിക്കോളൂ, ലിക്വിഡ് വേസ്റ്റ്. ഓക്കെ, ലിക്വിഡ് വേസ്റ്റ് ഏതൊക്കെയായിരിക്കാം? വെന്റിലേഷൻ തന്നെ രൂപമാറ്റം വരുത്തിച്ച് വീണ്ടും യൂസ് ചെയ്യാണ്ടിരിക്കോ? യൂസ് ചെയ്യില്ല. നമ്മൾ സിറിഞ്ച് ഒക്കെ വീണ്ടും യൂസ് ചെയ്യില്ലല്ലോ. നീഡിൽസ് ഒക്കെ യൂസ് ചെയ്യില്ലല്ലോ. അതിന് വീണ്ടും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് മാറ്റുന്നു. ഓക്കെ, ലിക്വിഡ് വേസ്റ്റുകൾ. വേസ്റ്റ് ഏതൊക്കെയാണ്? വേസ്റ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ലബോറട്ടറി ആക്ടിവിറ്റീസ് ആസ് വെൽ ആസ് വാഷിംഗ്, ക്ലീനിങ്, ഹൗസ് കീപ്പിംഗ് ആൻഡ് ഡിസിൻഫെക്ഷൻ ടാസ്ക്. ഓക്കെ, ലബോറട്ടറി ആക്ടിവിറ്റീസിന്റെ ഫലമായിട്ട് അല്ലെങ്കിൽ എന്താണ്? വാഷിംഗ്, ക്ലീനിങ്, ഇതിന്റെ ഫലമായിട്ട് ജനറേറ്റ് ചെയ്യപ്പെടുന്ന, പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ലിക്വിഡ് വേസ്റ്റുകൾ ഉണ്ട്. വാട്ടർ ഉണ്ടല്ലേ, വെള്ളം, അത്തരത്തിലുള്ള കെമിക്കൽസ് അടങ്ങിയിട്ടുള്ള വാട്ടർ ഉണ്ട്, ലിക്വിഡ് വേസ്റ്റുകൾ ഉണ്ട്. അതിനെന്താ ചെയ്യേണ്ടത്? സ്റ്റോർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ലിക്വിഡ് വേസ്റ്റുകൾ നമ്മൾ എന്താണ്? സ്റ്റോർ ചെയ്യേണ്ട ആവശ്യമില്ല. അതിൽ നിന്നും സൂക്ഷ്മാണുക്കൾ അല്ലെങ്കിൽ ജെംസുകൾ നീക്കം ചെയ്ത് ഡിസിൻഫെക്ട് ചെയ്തതിന് ശേഷം എന്താണ്? ഡയറക്റ്റ് ആയിട്ട് ഡ്രെയിനേജിലേക്ക് ഡിസ്ചാർജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? ലിക്വിഡ് വേസ്റ്റുകളെ സ്റ്റോർ ചെയ്യുന്നില്ല, മറിച്ച് എന്ത് ചെയ്യുന്നു? അതിൽ നിന്നും കെമിക്കൽ സബ്സ്റ്റാൻസസ് എന്നാണ്, ഹൈലി ഇൻഫെക്ഷസ് ആയിട്ടുള്ള സബ്സ്റ്റാൻസിനെ നീക്കം ചെയ്തതിന് ശേഷം എന്താണ്? ഡ്രെയിനേജിലേക്ക് ഡിസ്ചാർജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? ലിക്വിഡ് വേസ്റ്റ്. ക്ലിയർ മാം, ക്ലിയർ. Then okay, 9th വൺ എന്താണ്? 9th വൺ, ഇൻസിനറേഷൻ ആഷ്. എന്താണ് ഇൻസിനറേഷൻ ആഷ്? നമ്മൾ പഠിച്ചതാ. എന്താണ്? ഇൻസിനറേറ്ററിൽ യൂസ് ചെയ്തിട്ട് അതിൽ നിന്ന് വരുന്ന ബാക്കിയായിട്ടുള്ള ചാരം. ചാരം, ഇൻസിനറേറ്റർ ആഷ്. അപ്പൊ ഇത്തരം ആഷുകളെ എന്ത് ചെയ്യുന്നുണ്ട്? ബ്ലാക്ക് പ്ലാസ്റ്റിക് ബാഗിലായിരിക്കണം സ്റ്റോർ ചെയ്യേണ്ടത്. ഓക്കെ, ബ്ലാക്ക് കളറിലുള്ള പ്ലാസ്റ്റിക് ബാഗിലായിരിക്കണം സ്റ്റോർ ചെയ്യേണ്ടത്. അതിനെ എങ്ങനെയാണ് ഫൈനലി റിമൂവ് ചെയ്യുന്നത്? ഡിസ്പോസൽ, മുനിസിപ്പൽ ലാൻഡ് ഫിൽ. നേരത്തെ പറഞ്ഞ പോലെ ലാൻഡ് ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം ആഷ് ആണെങ്കിലും അല്ലെങ്കിൽ മെഡിസിൻ, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മെഡിസിൻസ് വേസ്റ്റ് എല്ലാം എന്നാൽ അതിൽ നിന്നും കെമിക്കൽ എലമെന്റ്സ് എല്ലാം നീക്കം ചെയ്തതിന് ശേഷം ലാൻഡ് ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം വേസ്റ്റുകൾ യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഇൻസിനറേഷൻ ആഷ്. ആൻഡ് ദ ലാസ്റ്റ് വൺ വിച്ച് ഈസ് കെമിക്കൽ വേസ്റ്റ്. Chemicals used in the manufactures of biological products, chemical used to clean surfaces, chemicals used as pesticide, etc. Mainly chemical waste, 2 type of waste varam. ഏതൊക്കെയായിരിക്കാം? It would be liquid waste varam, അതേപോലെ തന്നെ എന്താണ്? സോളിഡ് വേസ്റ്റും വരാം അല്ലേ? ലിക്വിഡ് വേസ്റ്റ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ഡിസിൻഫെക്റ്റന്റ് സൊല്യൂഷൻസ് ആയിട്ട് യൂസ് ചെയ്യുന്ന വേസ്റ്റുകൾ ഉണ്ട് അല്ലേ? അതൊക്കെ ലിക്വിഡ് വേസ്റ്റ് ആണ്. അതിനെ സ്റ്റോർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അതെന്താ ചെയ്യുന്നത്? ഡയറക്റ്റ് ആയിട്ട് ഡിസിൻഫെക്ട്, അതിൽ നിന്നും മാലിന്യങ്ങൾ നീക്കം ചെയ്തതിന് ശേഷം ഡ്രെയിനേജിലേക്ക് കടത്തിവിടുകയാണ് ചെയ്യുന്നത്. അതേപോലെ സോളിഡ് വേസ്റ്റുകൾ ഉണ്ട്. ഏതൊക്കെയായിരിക്കാം? നേരത്തെ പറഞ്ഞ പോലെ മെഡിസിൻസ്, ഉപയോഗിക്കാത്ത മെഡിസിൻസ്, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മെഡിസിൻസ്, അതേപോലുള്ള സോളിഡ് കെമിക്കൽ വേസ്റ്റുകളെ എന്താ ചെയ്യേണ്ടത്?
ബ്ലാക്ക് കളർ ബാഗിലാണ് ഡിസ്പോസ് ചെയ്യേണ്ടത്. ഓക്കെ, ബ്ലാക്ക് പ്ലാസ്റ്റിക് ബാഗിലായിരിക്കണം ഡിസ്പോസ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ഇത്തരം വേസ്റ്റുകളെ ഫൈനലി എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നത്? ലാൻഡ് ഫിൽ ചെയ്യാനായിട്ട്. ലാൻഡ് ഫില്ല് ചെയ്യാനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. സോ ഈ ടേബിൾ ക്ലിയർ ആണോ? അതിന്റെ അടിയിൽ ഒരു നോട്ട് കൊടുത്തിട്ടുണ്ട്. എന്താണ്? കാറ്റഗറീസ് 8 and 10 വിച്ച് ഈസ് ലിക്വിഡ് വേസ്റ്റ് ഡു നോട്ട് റിക്വയർ കണ്ടെയ്നേഴ്സ് ആൻഡ് ബാഗ്. ഏതൊക്കെയാണ് കാറ്റഗറി 8 and 10? ലിക്വിഡ് വേസ്റ്റ്, കെമിക്കൽ വേസ്റ്റിലുള്ള, അതായത് ലിക്വിഡ് കെമിക്കൽ വേസ്റ്റ്. ഈ ലിക്വിഡ് നമ്മൾ എന്ത് ചെയ്യുന്നില്ല? സ്റ്റോർ ചെയ്യുന്നില്ല. ഓക്കെ, കണ്ടെയ്നേഴ്സ് യൂസ് ചെയ്യുന്നില്ല. ഡയറക്റ്റ് ആയിട്ട് അതിൽ നിന്നും കെമിക്കൽസ് റിമൂവ് ചെയ്തതിനു ശേഷം ഡ്രെയിനേജിലേക്ക് ഡിസ്ചാർജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഈ ടേബിൾ ക്ലിയർ ആണോ? ക്ലിയർ ആണ് മാം. സോ 6th വൺ സോയിൽഡ് വേസ്റ്റ് ആണ്. സോയിൽഡ് വേസ്റ്റ് നമ്മൾ യെല്ലോ പ്ലാസ്റ്റിക് ബാഗിലാണ്. അതിനേതാണ്? ഇൻസിനറേഷൻ, ഓട്ടോക്ലേവിംഗ്, മൈക്രോവേവിംഗ്. ഇതിൽ ഏത് മെത്തേഡ് വേണമെങ്കിലും ഫോളോ ചെയ്യാം. ദെൻ സോളിഡ് വേസ്റ്റ് ആണെങ്കിൽ, സോളിഡ് ഷാർപ്പ് ഒഴികെയുള്ള സോളിഡ് വേസ്റ്റുകൾ എന്ത് ചെയ്യണം? ബ്ലഡ് അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന ഇത്തരം സോളിഡ് വേസ്റ്റുകളെ റെഡ് പ്ലാസ്റ്റിക് റെഡ് ബാഗിലായിരിക്കണം ഡിസ്പോസ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ എങ്ങനെയാണ് ഫൈനലി റിമൂവ് ചെയ്യേണ്ടത്? ഏത് മെത്തേഡാണ് സെലക്ട് ചെയ്യേണ്ടത്? ഇൻസിനറേഷൻ അല്ലെങ്കിൽ മൈക്രോവേവിംഗ്, ഓട്ടോക്ലേവിംഗ്, മ്യൂട്ടിലേഷൻ, ഷ്രെഡിങ്. ഇതിൽ ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാവുന്നതാണ്. ആൻഡ് ലിക്വിഡ് വേസ്റ്റ് ആണെങ്കിലോ? ലിക്വിഡ് വേസ്റ്റ് ആണെങ്കിൽ അതിനൊരു സെപ്പറേറ്റ് കണ്ടെയ്നറിന്റെ ആവശ്യമില്ല. നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് എന്താ പറയാ കെമിക്കൽ ട്രീറ്റ്മെന്റ് ചെയ്ത ശേഷം ഡ്രെയിനേജിലേക്ക് ഒഴിച്ചു കളയാം. ഓക്കെ. ആൻഡ് ഇൻസിനറേഷൻ ആഷ് ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഇൻസിനറേഷൻ ആഷ് ബ്ലാക്ക് കളറിലുള്ള പ്ലാസ്റ്റിക് ബാഗിലാക്കി വെച്ചിട്ടു ശേഷം നമുക്ക് ലാൻഡ് ഫിൽ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. ലാൻഡ് ഫില്ല് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. ആഷിന്റെ കളർ എന്താണ്? ഒരു ഗ്രേ, ഒരു ബ്ലാക്ക് ആണെന്ന് സപ്പോസ് അല്ലേ? അപ്പോൾ ആ ബ്ലാക്ക് കളർ ബാഗിലായിരിക്കണം. അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാം. ഓക്കെ. ദെൻ കെമിക്കൽ വേസ്റ്റ് ആണെങ്കിലോ? കെമിക്കൽ വേസ്റ്റിലെ ലിക്വിഡ് ഉണ്ടെങ്കിൽ അതിനെ സ്ട്രൈറ്റ് ആയിട്ട് കെമിക്കൽ ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് നമുക്ക് അതിനെ ഡ്രെയിനിലേക്ക് ഒഴിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളതെല്ലാം ബ്ലാക്ക് കളർ പ്ലാസ്റ്റിക് ബാഗിലാക്കിയ ശേഷം നമുക്ക് ലാൻഡ് ഫിൽ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, അത് ക്ലിയർ ആണല്ലോ. സോ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് പ്രോസസ്സിലെ ഫസ്റ്റ് സ്റ്റെപ്പ് ഏതായിരുന്നു? ബയോമെഡിക്കൽ വേസ്റ്റ് കളക്ഷൻ, വേസ്റ്റ് പ്രോപ്പർ ആയിട്ട് കളക്ട് ചെയ്യുക. ആൻഡ് സെക്കൻഡ് സ്റ്റെപ്പ് എന്തായിരുന്നു? സെഗ്രിഗേഷനിലാണ് നമ്മൾ ഈ ടേബിൾ പഠിച്ചത്. ഓക്കെ. ആൻഡ് തേർഡ് സ്റ്റെപ്പ് എന്തായിരിക്കും? എന്താണ്? ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് സ്റ്റോറേജ്. ഓക്കെ, ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് സ്റ്റോറേജ് ആണ് തേർഡ് സ്റ്റെപ്പ് അല്ലെങ്കിൽ തേർഡ് പ്രോസസ് ആയിട്ട് വരുന്നത്. നോക്കിക്കോളൂ. എന്താണ്? നമ്മൾ ഈ വേസ്റ്റുകൾ പ്രോപ്പർ ആയിട്ട് കളക്ട് ചെയ്തു. ഓക്കെ, അതിനുശേഷം സോർട്ട് ഔട്ട് ചെയ്തു, വേർതിരിച്ച് നാം കണ്ടെയ്നറിലാക്കി സെറ്റ് ചെയ്തു. ഇനി അവിടെ വെച്ചോണ്ടിരുന്നാൽ മതിയോ? എന്ത് ചെയ്യണം? നമ്മൾ എവിടെയാണ് പ്ലാന്റിലേക്ക് കൊണ്ടുപോകണം വേണ്ടേ? അതിന് ട്രാൻസ്പോർട്ട് ചെയ്യിക്കേണ്ടതുണ്ട് അല്ലേ? അപ്പൊ അതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് സ്റ്റോറേജ്. നോക്കിക്കോളൂ. Unprocessed biomedical waste must be carried only in specially arranged vehicles like trolleys or in covered wheelbarrows. The bag or container holding biomedical waste have to be tied before transportation. Before transporting the bag containing biomedical waste, it has to be accompanied by a document signed from the nurse, doctor that includes date, shift, quantity and destination. Specialized vehicles needs to be well enclosed. It should also be possible to wash the interior of the container completely. ഇനി ട്രാൻസ്പോർട്ടേഷനുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? എന്തൊക്കെ ശ്രദ്ധിക്കണം? നമ്മൾ വേസ്റ്റ് കളക്ട് ചെയ്ത് വെച്ചേക്കണം അല്ലെ? സെഗ്രിഗേറ്റ് ചെയ്ത് വേർതിരിച്ച് വെച്ചേക്കണം. ഇനി അത് വണ്ടിയിലേക്ക്, ഏത് വണ്ടിയിലാണോ കൊണ്ടുപോകുന്നത് അങ്ങോട്ടേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട് അല്ലെ? അതിനുവേണ്ടി ട്രോളീസ് അല്ലെങ്കിൽ വീൽ ബാരോസ്, ഉന്തുവണ്ടികളായിരിക്കണം യൂസ് ചെയ്യേണ്ടത്. കവർ ചെയ്തിട്ടുള്ള ഉന്തുവണ്ടികളിലോ ട്രോളീസിലോ ആയിരിക്കണം ഇത്തരം വേസ്റ്റുകൾ കൊണ്ടുപോകേണ്ടത്. ഇനി ട്രാൻസ്പോർട്ടേഷൻ നടത്തുന്നതിന് മുൻപായിട്ട് എന്താണ്? ഈ കണ്ടെയ്നർ പ്രോപ്പർ ആയിട്ട് ടൈ ചെയ്തിരിക്കണം, കെട്ടിയിരിക്കണം. നല്ല രീതിയിൽ വേസ്റ്റുകൾ പുറത്തു പോകാത്ത രീതിയിൽ പ്രോപ്പർ ആയിട്ട് ടൈ ചെയ്തിരിക്കണം. ഓക്കെ, പിന്നെന്താ പറയുന്നത്? ഇനി ഇതിനോടൊപ്പം തന്നെ എന്താണ്? ഒരു ഡോക്യുമെന്റ്, നേഴ്സോ അല്ലെങ്കിൽ ഡോക്ടറോ സൈൻ ചെയ്ത ഒരു ഡോക്യുമെന്റ്സും ഓക്കെ ഇതിനോടൊപ്പം അയച്ചിരിക്കണം. എന്തൊക്കെയാണ് അതിൽ ഉൾപ്പെടുന്നത്?
ഡേറ്റ് വരുന്നുണ്ട്, ഷിഫ്റ്റ് വരുന്നുണ്ട്, ക്വാണ്ടിറ്റി, ഇനി ഡെസ്റ്റിനേഷൻ, ഇത്തരം കാര്യങ്ങൾ ഫില്ല് ചെയ്ത് സൈൻ ചെയ്ത നേഴ്സോ ഡോക്ടറോ സൈൻ ചെയ്ത ഒരു ഡോക്യുമെന്റ്സും ട്രാൻസ്പോർട്ടേഷൻ ടൈമിൽ എന്താണ് ഉണ്ടായിരിക്കണം. അതിനോടൊപ്പം എന്താണ് അക്കമ്പനി ചെയ്തിരിക്കണം. ഇനി കൊണ്ടുപോകേണ്ട വണ്ടി എങ്ങനെയുള്ളതായിരിക്കണം? ക്ലോസ് ആയിട്ടുള്ളത്, വെൽ എൻക്ലോസ്ഡ് ആയിട്ടുള്ള അല്ലെ, നല്ല രീതിയിൽ മൂടിക്കെട്ടിയിട്ടുള്ള, വേസ്റ്റുകളൊന്നും പുറത്തു പോകാത്ത രീതിയിൽ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു വണ്ടിയിലായിരിക്കണം ഇത്തരം വേസ്റ്റുകൾ പ്ലാന്റിലേക്ക് കൊണ്ടുപോകേണ്ടത്. ഇനി എന്താണ് അതിന്റെ ഇന്റീരിയറും ഉൾവശവും എന്താണ് പ്രോപ്പർ ആയിട്ട് വാഷ് ചെയ്തിരിക്കണം. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് ട്രാൻസ്പോർട്ടേഷനുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടത്. എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ആദ്യം നമുക്ക് ട്രോളിയിലോ എന്തൊക്കെയാണ്? ട്രോളി അല്ലെങ്കിൽ കവേർഡ് ആയിട്ടുള്ള വീൽ ബാരോസ് യൂസ് ചെയ്യാം ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട്. പിന്നെ നമ്മൾ അതിൽ എല്ലാം ടൈ ചെയ്തിട്ട് വേണം, ട്രാൻസ്പോർട്ടേഷൻ മുമ്പ് നല്ല രീതിയിൽ ടൈ ചെയ്യണം. എന്നതിന് ശേഷം ഇതിനെ ഒരു ഡോക്യുമെന്റ് ഇതിനോടൊപ്പം സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് നേഴ്സ് ആയാം അല്ലെങ്കിൽ ഡോക്ടർ ആയിരിക്കാം സൈൻ ചെയ്ത് കൊടുക്കണം. അതിനകത്ത് ഡേറ്റും ഷിഫ്റ്റും ക്വാണ്ടിറ്റി ഡെസ്റ്റിനേഷൻ എന്നിവ ഉണ്ടായിരിക്കണം. അതുപോലെ ഈ വെഹിക്കിൾ വളരെയധികം ക്ലോസ്ഡ് ആയിരിക്കണം. അതുപോലെ തന്നെ അതിന്റെ അകംഭാഗം വൃത്തിയിൽ കഴുകാൻ പറ്റുന്ന രീതിയിലുള്ളതായിരിക്കണം. ഓക്കെ, അത് ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണോ എല്ലാവർക്കും? ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് സ്റ്റോറേജ് തേർഡ് സ്റ്റെപ്പ് ആണ്, അല്ലെങ്കിൽ തേർഡ് പ്രോസസ് ആണ്. ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റിലെ തേർഡ് പ്രോസസ് ആണ് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് സ്റ്റോറേജ്. ഇനി ഈ ഫീൽഡിൽ, ഈ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ ഉണ്ട് അല്ലെ? വേസ്റ്റ് കളക്ട് ചെയ്യാനാണെങ്കിലും സെഗ്രിഗേറ്റ് ചെയ്യാനാണെങ്കിലും ട്രാൻസ്പോർട്ടിങ്ങിന്റെ ടൈമിലാണെങ്കിലും ഹെൽപ്പ് ചെയ്യുന്ന ധാരാളം വർക്കേഴ്സ് ഉണ്ട്. അവരുടെ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം നോക്കിക്കോളൂ. The use of protective gears should be made compulsory all the staff who handle waste. വേസ്റ്റുകൾ ഹാൻഡിൽ ചെയ്യുന്ന എല്ലാ സ്റ്റാഫുകളും മസ്റ്റ് ആയിട്ടും എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഫസ്റ്റ് ഗ്ലൗസ് മസ്റ്റ് ആയിട്ടും വെയർ ചെയ്തിരിക്കണം. ഏത് രീതിയിലുള്ള ഗ്ലൗസ് ആയിരിക്കണം? എങ്ങനെയാണ്? ഹെവി ഡ്യൂട്ടി റബ്ബർ ഗ്ലൗസ്. എങ്ങനെയാണ്? റബ്ബർ മെറ്റീരിയൽ കൊണ്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഗ്ലൗസ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ രണ്ടാമത്തെ വൺ എന്താണ്? സെക്കൻഡ് വൺ, this should be brightly yellowish in color. After handling the waste, the gloves should be washed 2 times. Then the gloves should be washed after each use with the soap and a disinfectant. And the last one, the size should fit the operator. Okay, ഗ്ലൗസുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? റബ്ബർ കൊണ്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഗ്ലൗസ് ആയിരിക്കണം. അതേപോലെ തന്നെ ബ്രൈറ്റ്ലി ആയിട്ടുള്ള യെല്ലോയിഷ് കളറിലുള്ള ഗ്ലൗസ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. പിന്നെന്താണ്? ഓരോ വേസ്റ്റ് ഹാൻഡിൽ ചെയ്തതിന് ശേഷവും പ്രോപ്പർ ആയിട്ട് 2 times എങ്കിലും 2 പ്രാവശ്യമെങ്കിലും വാഷ് ചെയ്തിരിക്കണം. സോപ്പോ ഡിസിൻഫെക്റ്റന്റ് സൊല്യൂഷനോ യൂസ് ചെയ്തെന്താണ് പ്രോപ്പർ ആയിട്ട് ക്ലീൻ ചെയ്തിരിക്കണം. അതേപോലെ തന്നെ സൈസ് എങ്ങനെയായിരിക്കണം? അത് യൂസ് ചെയ്യുന്ന സ്റ്റാഫിന് പ്രോപ്പർ ആയിട്ട് ഫിറ്റ് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് ഗ്ലൗസുകൾ ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ എന്താണ് വിടവിലൂടെ ഇപ്പൊ ലൂസ് ആണെങ്കിൽ അതിലൂടെ വേസ്റ്റുകൾ അകത്ത് കയറുകയും എന്താണ് ഇപ്പൊ ഇഞ്ചുറീസ് ഉണ്ടെങ്കിൽ അതിലൂടെ ഇൻഫെക്ഷൻസ് പിടിപെടാനും ചാൻസസ് ഉണ്ട്. അപ്പൊ അത്തരം സിറ്റുവേഷൻസ് ഒഴിവാക്കുന്നതിന് വേണ്ടി ദ സൈസ് ഷുഡ് ബി ഫിറ്റ് ഫോർ ദി ഓപ്പറേറ്റർ. ഓപ്പറേറ്ററിന് എങ്ങനെയാണ് ഫിറ്റ് ആയിട്ടുള്ള കറക്റ്റ് സൈസിലുള്ള ഗ്ലൗസ് ആയിരിക്കണം സെലക്ട് ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? ഗ്ലൗസ് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഗ്ലൗസ് ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ള റബ്ബർ ഗ്ലൗസസ് യൂസ് ചെയ്യണം. അതിന്റെ കളർ ഷുഡ് ബി ബ്രൈറ്റ് ആയിട്ടുള്ള യെല്ലോ കളർ ആയിരിക്കണം. അതുപോലെ ഓരോ തവണ വേസ്റ്റ് നമ്മൾ ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞാലും അത് 2 തവണയെങ്കിലും സോപ്പോ ഡിസിൻഫെക്റ്റന്റ് യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ അതിന്റെ സൈസ് എന്ന് പറയുന്നത് ഉപയോഗിക്കുന്ന ആളുടെ കയ്യിൽ ഫിറ്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കണം. ഓക്കെ, ഇനി ഏപ്രൺസ്, ഗൗൺസ്, സ്യൂട്ട്സ് അത് ഏത് രീതിയിലുള്ളതായിരിക്കണം? നമ്മള് ഓപ്പറേഷൻ തിയേറ്ററിലാണെന്ന് തോന്നുന്നു, ആ ചാപ്റ്ററിൽ ആ സർജൻസ് ഒക്കെ യൂസ് ചെയ്യുന്ന ഏപ്രൺസിന്റെ പ്രത്യേകത പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? ഫ്ലൂയിഡ് റെസിസ്റ്റന്റ് മെറ്റീരിയൽസ് കൊണ്ടുള്ള ഗൗൺസ് അല്ലെങ്കിൽ ഏപ്രൺസ് വെയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി മാസ്ക്, വാട്ട് അബൌട്ട് മാസ്ക്? Different types of mask, goggles and face shield should be worn alone or in combination to give a protective barrier. It is compulsory for the personnel who works in the incinerator chamber to put on a mask that covers both nose and mouth, if possible a gas mask with filters.
ഓക്കെ, ഇനി മാസ്ക്, ഏത് ലെവൽ ഓഫ് കെയർ ആണോ ഒരു സ്റ്റാഫിന് വേണ്ടത് ആ രീതിയിലുള്ള മാസ്കുകൾ സെലക്ട് ചെയ്യുക. ഓക്കെ, ഇനി ഗോഗിൾസ്, ഒരു പ്രൊട്ടക്റ്റീവ് ബാരിയർ ആയിട്ട് ഗോഗിൾസ്, ഫേസ് ഷീൽഡ് തുടങ്ങിയവ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇൻസിനറേറ്റഡ് ചേംബറിനകത്ത് വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ മസ്റ്റ് ആയിട്ടും അവരുടെ നോസും മൗത്തും കവർ ചെയ്യുന്ന രീതിയിലുള്ള മാസ്കുകളായിരിക്കണം യൂസ് ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? ഇൻസിനറേറ്റർ ചേംബറിനകത്ത് വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ മസ്റ്റ് ആയിട്ടും അവരുടെ നോസും പിന്നെന്താണ് മൗത്തും കവർ ചെയ്യുന്ന രീതിയിലുള്ള, എസ്പെഷ്യലി ഗ്യാസ് മാസ്ക്, ഫിൽറ്ററോട് കൂടിയ ഗ്യാസ് മാസ്ക് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. ക്ലിയർ? ഓക്കെ, ഗ്യാസ് മാസ്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഗ്യാസ് മാസ്ക് അതറിയില്ല. നമ്മൾ എയറിനെ ഫിൽറ്റർ ചെയ്തുകൊണ്ട് പ്രോപ്പർ നല്ല എയർ നമുക്ക് ശ്വസിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഫിൽറ്ററോട് കൂടിയ മാസ്കുകൾ ഉണ്ട്. ഈ N95 അങ്ങനത്തെ ആണോ? അങ്ങനത്തെ അല്ലടാ. ഒന്ന് അങ്ങനെയല്ല, നമ്മൾ ഈ മറ്റേ ഇംഗ്ലീഷ് സിനിമകളൊക്കെ കാണുമ്പോഴൊക്കെ കാണാറുണ്ട്. മറ്റേ എന്താ പറയുക, യുദ്ധങ്ങളൊക്കെ ഉണ്ടാവുമ്പോഴൊക്കെ അവിടെ ഒരു ഫ്രണ്ടിൽ ഒരു പൈപ്പ് പോലെ ഒരു സാധനം കാണാൻ പറ്റും ആ മാസ്കിന്റെ ടൈപ്പ് ഓഫ് ഫ്രണ്ടില്. മാസ്കുകളുണ്ട്. ജസ്റ്റ് നോക്കിയാൽ മതി, ഗൂഗിൾ ചെയ്ത് നോക്കിയോളൂ. ഓക്കെ ഓക്കെ, കേട്ടോ ജിതു? ആ ടൈപ്പ് ഓഫ് മാസ്കുകളായിരിക്കണം. എനിക്ക് കേട്ടിട്ട് മനസ്സിലായില്ല, ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കാം. ഓക്കെ ഓക്കെ. അപ്പൊ ആ രീതിയിലുള്ള ഇൻസിനറേറ്റർ ഗ്യാസ് മാസ്കുകളായിരിക്കണം യൂസ് ചെയ്യേണ്ടത്. ഇനി ബൂട്ട്സുകൾ. ഓക്കെ, ബൂട്ട്സിനെ പറ്റി എന്താ പറയുന്നത്? leg coverings, boots or shoe covers give greater safety to the skin when splashes or large quantities of contaminated waste have to be dealt with. The boots should be rubber soled and anti-skid type. They should cover the leg up to the ankle. ഇനി ബൂട്ട്സ് എങ്ങനെയുള്ളതായിരിക്കണം? ലാർജ് വേസ്റ്റിനിടയിലാണ് ഇത്തരം സ്റ്റാഫുകൾ വർക്ക് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അവരുടെ സേഫ്റ്റിക്ക് വേണ്ടി, അവരുടെ ഹെൽത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി എങ്ങനെയുള്ളതായിരിക്കണം? റബ്ബർ സോൾഡ് ആയിട്ടുള്ള ആന്റി സ്കിഡ് ആയിട്ടുള്ള ബൂട്ട്സുകളായിരിക്കണം. കാല് മൊത്തത്തിൽ കവർ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ബൂട്ട്സുകളായിരിക്കണം സ്റ്റാഫുകൾ സെലക്ട് ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? ആന്റി സ്കിഡ്സ് ടൈപ്പ്, നല്ല ഗ്രിപ്പുള്ള, തെന്നി പോകാത്ത രീതിയിലുള്ള ബൂട്ട്സുകളായിരിക്കണം സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഒരു സ്റ്റാഫിനെ സംബന്ധിച്ച് ഒരു സേഫ്റ്റിയുടെ ഭാഗമായി എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഗ്ലൗസ്, ഏപ്രൺ, ഗൗൺ, സ്യൂട്ട്സ്, മാസ്ക്, അതുപോലെ ബൂട്ട്സ്. ഗ്ലൗസ് എങ്ങനെയുള്ളതായിരിക്കണം? ഗ്ലൗസ് തിരഞ്ഞെടുക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? അത് ഹെവി ആയിട്ടുള്ള റബ്ബർ ഗ്ലൗസ് ആയിരിക്കണം. പിന്നെ ബ്രൈറ്റ്ലി യെലോയിഷ് കളർ ആയിരിക്കണം. പിന്നെ ഓരോരോ ഇത് കഴിയുമ്പോഴും നമ്മള് 2 times ഡിസിൻഫെക്ട് ചെയ്തിരിക്കണം. റീയൂസ് ചെയ്യാൻ കഴിയുന്ന ടൈപ്പ് ഓഫ് ഗ്ലൗസുകളാണ് അല്ലേ? റീയൂസ് ചെയ്യാൻ കഴിയുന്ന ടൈപ്പ് ഓഫ് ഗ്ലൗസുകളാണ് സെലക്ട് ചെയ്യേണ്ടത്. അതായത് ഹെവി, നല്ല ക്വാളിറ്റിയുള്ള റബ്ബർ കൊണ്ട്, മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയ ഗ്ലൗസ് ആയിരിക്കണം. യെല്ലോയിഷ് കളറിലുള്ള ഗ്ലൗസ് ആയിരിക്കണം. അതേപോലെ തന്നെ എന്താണ്, യൂസ് ചെയ്യുന്ന സ്റ്റാഫിന് പ്രോപ്പർ ആയിട്ട് ഫിറ്റ് ആയിട്ടുള്ള അല്ലെ, അത്തരത്തിലുള്ള ഗ്ലൗസ് ആയിരിക്കണം സെലക്ട് ചെയ്യേണ്ടത്. ഇനി ഏപ്രൺസ് അല്ലെങ്കിൽ ഗൗൺസ് ആണെങ്കിലോ? ഫ്ലൂയിഡ് റെസിസ്റ്റന്റ് മെറ്റീരിയൽ കൊണ്ടുണ്ടായിട്ടില്ല. ഓക്കെ, ആൻഡ് വാട്ട് അബൌട്ട് മാസ്ക്? മാസ്ക് ആണെങ്കിൽ ഒരു കമ്പൽസറി ആയിട്ട് നല്ലൊരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മാസ്കുകൾ ഉപയോഗിക്കാം. ഗോഗിൾസ് ഉപയോഗിക്കാം, ഫേസ് ഷീൽഡ്സ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ പ്രൊട്ടക്റ്റീവ് ബാരിയേഴ്സിന്റെ ഉപയോഗിക്കാം. അതുപോലെ ഇൻസിനറേറ്റർ ചേംബറിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാര് മൂക്കും വായയും അടച്ചിട്ടുള്ള രീതിയിൽ ഉള്ള മാസ്കുകൾ ഉപയോഗിക്കാം. അതുപോലെ ഗ്യാസ് ഫിൽട്ടർ ആയിട്ടുള്ള മാസ്കുകൾ ഉപയോഗിക്കാം. പോസിബിൾ സാധ്യമാണെങ്കിൽ എന്താണ്, ഗ്യാസ് മാസ്കും യൂസ് ചെയ്യാവുന്നതാണ്. ദെൻ ബൂട്ട് എന്താണ്? ബൂട്ട് ലെഗിനെ മുഴുവൻ മെയിൻ ആയിട്ട് ആന്റി സ്കിഡ് ടൈപ്പ് ഓഫ് ബൂട്ട്സ് ആയിരിക്കണം. ആന്റി സ്കിഡ് ടൈപ്പ് ബൂട്ട്സ് ആയിരിക്കണം സെലക്ട് ചെയ്യേണ്ടത്. റബ്ബർ സോൾഡ് കൊണ്ടുള്ള ആന്റി സ്കിഡ് ടൈപ്പ് ബൂട്ട് ആയിരിക്കണം സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? എല്ലാവർക്കും ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് പ്രോസസ്സിലെ ഫസ്റ്റ് സ്റ്റെപ്പ് ആയിരുന്നു വേസ്റ്റ് കളക്ഷൻ. പ്രോപ്പർ ആയിട്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും വേസ്റ്റുകളെ നല്ല രീതിയിൽ കളക്ട് ചെയ്യുക. അതിനുശേഷം സെക്കൻഡ് സ്റ്റെപ്പ് എന്തായിരുന്നു? സെക്കൻഡ് പ്രോസസ് എന്തായിരുന്നു? സെഗ്രിഗേഷൻ. വേസ്റ്റുകളെ കളക്ട് ചെയ്ത വേസ്റ്റുകളെ ആപ്റ്റ് ആയിട്ടുള്ള കളർ കോഡുള്ള ബാഗുകളിൽ, ലേബിൾഡ് ചെയ്ത ബാഗുകളിൽ ഡിസ്പോസ് ചെയ്യുക. ആൻഡ് തേർഡ് വൺ എന്തായിരുന്നു?
ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് സ്റ്റോറേജ്. ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ആ സ്റ്റോറേജ്. ഹോസ്പിറ്റൽസിലാണ് ഇത്രയും നേരം വേസ്റ്റ് കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അല്ലേ? അതിന് ഫൈനൽ റിമൂവലിന് വേണ്ടി എന്താണ് അത് എങ്ങോട്ടേക്കാ കൊണ്ടുപോകേണ്ടത്? ആ സ്ഥലത്തേക്ക് എന്താണ് കൊണ്ടുപോകേണ്ടതുണ്ട്. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് സ്റ്റോറേജ് തേർഡ് സ്റ്റെപ്പിൽ വരുന്നുണ്ട്. ആൻഡ് ഫോർത്ത് സ്റ്റെപ്പ് എന്തായിരിക്കാം? ട്രീറ്റ്മെന്റ് ആൻഡ് പ്ലാന്റിലെത്തി ഡിസ്പോസൽ. എന്തായിരിക്കാം? ഡിസ്പോസൽ ആയിരിക്കും അല്ലെങ്കിൽ ഡിസ്പോസ് ചെയ്യണം. ഫൈനൽ എന്ത് ചെയ്യണം? അതിനെ നമുക്ക് നശിപ്പിച്ച് കളയണം. ഓക്കെ, അപ്പൊ അതിന് നമ്മൾ ചില മെത്തേഡ്സുകൾ പഠിച്ചു. ഏതൊക്കെയായിരുന്നു അത്? മൈക്രോവേവിംഗ്, ഇൻസിനറേറ്റർ, അതുപോലെ ഓട്ടോക്ലേവിംഗ്, കെമിക്കൽ ട്രീറ്റ്മെന്റ്. ഓക്കെ, അപ്പൊ ആ മെത്തേഡുകൾ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്താണ്? ഇൻസിനറേഷൻ ടെക്നോളജി. ഓക്കെ, ഇൻസിനറേഷൻ ടെക്നോളജി. This is a high temperature thermal process that employs burning of the waste under controlled condition for changing them into inert material and gases. Incinerators can be either oil fired or powered by electricity or combination. The advantage of this type, it can lessen the volume of solid waste to 30% of the original volume. ഓക്കെ, അപ്പൊ ഇൻസിനറേഷൻ ടെക്നോളജിയിൽ മെയിൻ ആയിട്ട് എന്താ പറയുന്നത്? എന്താണ്? ഹൈ ടെമ്പറേച്ചർ യൂസ് ചെയ്തുകൊണ്ട് വേസ്റ്റുകളെ കത്തിച്ചു കളയുന്നതിനുള്ള എന്താണ് ഒരു പ്രോസസ്സാണ് ഇൻസിനറേഷൻ ടെക്നോളജി എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ഇനേർട്ട് മെറ്റീരിയൽ ആയിട്ട് ഇനാക്റ്റീവ് ആയിട്ട് ചിലപ്പോൾ എന്താണ് ആഷിന്റെ ഫോമിലോ അല്ലെങ്കിൽ ഗ്യാസ് ഫോമിലോ ഒക്കെ ഈ വേസ്റ്റുകളെ കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? സോ ഇതിൽ ഇത്രയേ ഉള്ളൂ. എന്താണ് ഹൈ ടെമ്പറേച്ചർ യൂസ് ചെയ്തുകൊണ്ട് വേസ്റ്റുകളെ കത്തിച്ചു കളയുന്ന ഒരു പ്രോസസ്സ്. ഇനി ഇൻസിനറേറ്റർ എങ്ങനെയായിരിക്കാം വർക്ക് ചെയ്യുന്നത്? എങ്ങനെയൊക്കെ വർക്ക് ചെയ്യാം? അപ്പോ ഇൻസിനറേഷൻ പ്രോസസ്സിന് ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ് എന്ത്? ഇൻസിനറേറ്റർ. ഇൻസിനറേറ്റർ. അതെങ്ങനെയൊക്കെ പ്രവർത്തിക്കാം? ഓയിൽ യൂസ് ചെയ്തിട്ട് പ്രവർത്തിക്കാം, അതുപോലെ ഇലക്ട്രിസിറ്റിയും ഉപയോഗിച്ചിട്ട്, അല്ലെങ്കിൽ രണ്ടും കൂടി ഉപയോഗിച്ചിട്ടും. രണ്ടും മിക്സ് ചെയ്തുകൊണ്ട്, രണ്ടിന്റെയും എന്താണ് കമ്പൈൻ ചെയ്തുകൊണ്ടും യൂസ് ചെയ്യാം. ഓക്കെ, ഇനി ഇതിന്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്തായിരിക്കാം? അതായത് ക്വാണ്ടിറ്റി കുറയ്ക്കുക എന്നുള്ളത്, വോളിയം അതിന്റെ അളവ് കുറയ്ക്കുക എന്നുള്ളത്, റെഡ്യൂസ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. അതാണ് ഇതിന്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. ക്ലിയർ ആണോ? ഇൻസിനറേഷൻ ടെക്നോളജി. ഓക്കെ, മെയിൻ ആയിട്ട് എന്താണ് ഹൈ ടെമ്പറേച്ചർ യൂസ് ചെയ്തുകൊണ്ട് വേസ്റ്റുകളെ നശിപ്പിക്കുന്നതിനുള്ള ഒരു മെത്തേഡാണ്. പിന്നെ എന്തായിരുന്നു അതിന്റെ മെയിൻ അഡ്വാൻറ്റേജ് ചോദിച്ചാൽ എന്താണ്? വേസ്റ്റുകളുടെ വോളിയം റെഡ്യൂസ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. സോ ഇതിൽ നമ്മൾ ഈ ഇൻസിനറേഷൻ ടെക്നോളജിയിൽ വേസ്റ്റുകളെയാണ് നശിപ്പിച്ചു കളയുന്നത് അല്ലേ? വേസ്റ്റുകളെ മൊത്തത്തിൽ നശിപ്പിച്ചു കളയുന്നു. ദെൻ ഓട്ടോക്ലേവിംഗിലാണെങ്കിലോ എന്തായിരിക്കാം? മൈക്രോ ഓർഗാനിസംസിനെ നശിപ്പിക്കുന്നു. സൂക്ഷ്മാണുക്കളെ, ജെംസുകളെയാണ്, അണുക്കളെയാണ് നശിപ്പിച്ചു കളയുന്നത്. അതിനുശേഷം വേസ്റ്റുകളെ നമുക്ക് സേഫ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ക്ലിയർ ആണോ? അപ്പൊ രണ്ടാമത്തെ മെത്തേഡാണ് ഓട്ടോക്ലേവിംഗ്. നമ്മൾ കളക്ട് ചെയ്ത് വെച്ച വേസ്റ്റുകളെ പ്ലാന്റിൽ എത്തിച്ചേർന്നതിന് ശേഷം ഫൈനലി അതിനെ നശിപ്പിച്ചു കളയണം. അതിനുള്ള രണ്ടാമത്തെ മെത്തേഡാണ് ഓട്ടോക്ലേവിംഗ്. അതിലെന്താ പറയുന്നത്? The process uses steam at high temperatures. It has been suggested for microbiology and biotechnology waste, sharp waste, dirty and solid waste. This technology offers certain categories of waste that is not detrimental so that the treated residues can be landfilled. എന്താണ് ഓട്ടോക്ലേവിംഗ്? ഹൈ ടെമ്പറേച്ചറിന്റെ ഫലമായിട്ടുള്ള സ്റ്റീം യൂസ് ചെയ്തുകൊണ്ട് വേസ്റ്റുകളിൽ നിന്നും എന്ത് ചെയ്യുന്നു? സൂക്ഷ്മാണുക്കളെ നീക്കം ചെയ്യുന്നതിനുള്ള ഒരു മെത്തേഡാണ് ഓട്ടോക്ലേവിംഗ്. ക്ലിയർ ആണോ? വേസ്റ്റുകളിൽ നിന്നും സൂക്ഷ്മാണുക്കളെയാണ് നീക്കം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ബാലൻസ് വരുന്ന വേസ്റ്റുകൾ നമുക്ക് എന്താണ് സേഫ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. അത്തരം വേസ്റ്റുകളെ ലാൻഡ് ഫില്ല് ചെയ്യാനായിട്ടാണ് എന്താണ് യൂസ് ചെയ്യുന്നത്. ഇനി ഏതൊക്കെ ടൈപ്പ് ഓഫ് വേസ്റ്റുകളാണ് ഓട്ടോക്ലേവിങ്ങിന് വിധേയമാക്കാനായിട്ട് കഴിയുന്നത്? ഏതൊക്കെ ആയിരിക്കാം? മൈക്രോബയോളജി വേസ്റ്റുകൾ, അതേപോലെ ബയോടെക്നോളജി വേസ്റ്റുകൾ, ഷാർപ്പ് വേസ്റ്റുകൾ. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള എല്ലാ ടൈപ്പ് ഓഫ് വേസ്റ്റുകളെയും ഓട്ടോക്ലേവിങ്ങിന് വിധേയമാക്കാവുന്നതാണ്. ക്ലിയർ ആണോ ഓട്ടോക്ലേവിംഗ്? ഫസ്റ്റ് വൺ ആയിരുന്നു ഇൻസിനറേഷൻ ടെക്നോളജി. അതിൽ നമ്മൾ പറഞ്ഞു വേസ്റ്റുകളെ മൊത്തത്തിൽ എന്താണ് നശിപ്പിച്ചു കളയുന്നു. പക്ഷെ ഓട്ടോക്ലേവിംഗിലാണെങ്കിലോ വേസ്റ്റുകളിൽ നിന്നും ജെംസുകളെ നീക്കം ചെയ്യുന്നതിനുള്ള ഒരു പ്രോസസ്സാണ് ഓട്ടോക്ലേവിംഗ്. അതിനുശേഷം വരുന്ന വേസ്റ്റുകൾ എന്ത് ചെയ്യുന്നു? ലാൻഡ് ഫില്ല് ചെയ്യാനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇനി മൈക്രോവേവ് ഇറാഡിയേഷൻ എന്തായിരിക്കാം? മൈക്രോവേവ് ഇറാഡിയേഷൻ ഹൈ ഫ്രീക്വൻസിയിലുള്ള വേവ്സ് ഉപയോഗിച്ചിട്ടുള്ളതായിരിക്കും.
Okay, very good. നോക്കിക്കോളൂ. The microwave is based on the principle of generation of high frequency waves. These waves cause the particles within the waste material to tremble, generating heat. This heat produced from within destroys all pathogens. എന്താ ചെയ്യുന്നത്? ഓട്ടോക്ലേവിംഗിലെ പോലെ തന്നെ എന്ത് ചെയ്യുന്നു? വേസ്റ്റുകളിൽ നിന്നും സൂക്ഷ്മാണുക്കളെ, പാത്തജൻസിനെ, രോഗാണുക്കളെ എന്ത് ചെയ്യുന്നു? നീക്കം ചെയ്യുന്നതിനുള്ള ഒരു മെത്തേഡാണ് മൈക്രോവേവ് ഇറാഡിയേഷൻ എന്ന് പറയുന്നത്. എന്തിന്റെ ഹെൽപ്പോട് കൂടിയാണ്? ഹൈ ഫ്രീക്വൻസി വേവ്സിന്റെ ഹെൽപ്പോട് കൂടിയാണ്. ഉയർന്ന ആവൃത്തിയിലുള്ള വേവ്സ്, തരംഗത്തിന്റെ ഹെൽപ്പോട് കൂടി വേസ്റ്റുകളിൽ നിന്നും സൂക്ഷ്മാണുക്കളെ നീക്കം ചെയ്യുന്നതിനുള്ള ഒരു മെത്തേഡാണ് മൈക്രോവേവിംഗ് ഇറാഡിയേഷൻ. ക്ലിയർ ആണോ? അപ്പൊ ഓട്ടോക്ലേവിംഗിലാണ്. എന്താ മാം? എന്തോ ട്രെമ്പിൾ? ട്രെമ്പിൾ എന്ന് പറഞ്ഞാൽ ഷെയ്ക്ക് ചെയ്യുക. അതായത് നമ്മളിപ്പോ സാധാരണ മൈക്രോവേവ്സ് യൂസ് ചെയ്യാറുണ്ടായിരിക്കും വീടുകളിൽ, അല്ലെ? അതിലെന്താണ്, ഡയറക്റ്റ് തീ ഉണ്ടാകാറുണ്ടോ? ഈ വേവ്സിന്റെ ഹെൽപ്പോട് കൂടി എന്താണ്, ഹീറ്റ്, ചൂട് അതിലുണ്ടാക്കുന്നു, അല്ലെ? ചൂടുണ്ടാക്കിയിട്ട് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഈ മൈക്രോവേവ്സിന്റെ ഇത്തരം വേവ്സിന്റെ ഹെൽപ്പോട് കൂടി ഹീറ്റ് ജനറേറ്റ് ചെയ്തിട്ട് ആ ഹീറ്റിന്റെ ഹെൽപ്പോട് കൂടി വേസ്റ്റുകളിൽ നിന്നും സൂക്ഷ്മാണുക്കളെ നീക്കം ചെയ്യുന്നു. ഓക്കെ, ക്ലിയർ ആണോ? ട്രംബ്ലിംഗ് മീൻസ് ഷെയ്ക്ക് എന്നാണ് മീൻസ്, ഷെയ്ക്ക്. അപ്പൊ ആ രീതിയിൽ വേസ്റ്റുകളിൽ നിന്നും സൂക്ഷ്മാണുക്കളെ നീക്കം ചെയ്യുന്നതിനുള്ള ഒരു പ്രോസസ്സാണ് മൈക്രോവേവ് ഇറാഡിയേഷൻ. സോ നമുക്ക് എന്താണ് ഈ മെത്തേഡ് ബാക്കിയുള്ളത് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, പോരെ? കെമിക്കൽ മെത്തേഡ് വരുന്നുണ്ട്, അതേപോലെ തന്നെ പ്ലാസ്മ പൈറോലിസിസ് വരുന്നുണ്ട്, ലാൻഡ് ഡിസ്പോസൽ വരുന്നുണ്ട്, അനർട്ടൈസേഷൻ. അങ്ങനെ ടോട്ടലി 7 ടൈപ്സ് ഓഫ് മെത്തേഡുകൾ ഉണ്ട്. ഒരു പ്ലാന്റിൽ എത്തിച്ചേരുന്ന വേസ്റ്റുകളെ 7 രീതിയിൽ നശിപ്പിച്ചു കളയാവുന്നതാണ്. നമ്മളിനി 3 എണ്ണം പഠിച്ചു കഴിഞ്ഞു, ബാക്കിയുള്ള 4 എണ്ണം നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. സോ ഇൻസിനറേഷൻ ടെക്നോളജിയുടെ പ്രത്യേകത എന്താ? ഫസ്റ്റ് മെത്തേഡാണ് ഇൻസിനറേഷൻ ടെക്നോളജി. എന്താ അതിന്റെ പ്രത്യേകത? നമ്മള് ടെമ്പറേച്ചർ, ഹൈ പ്രഷർ ടെമ്പറേച്ചർ ഉപയോഗിച്ചിട്ട് കത്തിച്ച് കളയുക, ബേൺ ചെയ്ത് കളയുക ഫുള്ളായിട്ട്. വേസ്റ്റുകളെ കത്തിച്ച് കളയുന്നു. അതിന്റെ അഡ്വാൻറ്റേജ് എന്തായിരിക്കാം? സോളിഡ് വേസ്റ്റിന്റെ വോളിയം അല്ലെങ്കിൽ ക്വാണ്ടിറ്റി കുറയ്ക്കുക എന്നുള്ളതാണ് അതിന്റെ അഡ്വാൻറ്റേജ്. വേസ്റ്റിന്റെ ക്വാണ്ടിറ്റി റെഡ്യൂസ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. ആൻഡ് സെക്കൻഡ് വൺ ആയിരുന്നു ഓട്ടോക്ലേവിംഗ്. അതിന്റെ പ്രത്യേകത എന്താ? പാത്തജൻസിനെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. വേസ്റ്റുകളെ, ബാലൻസ് വരുന്ന അതിൽ നിന്ന് നശിപ്പിക്കപ്പെട്ട സൂക്ഷ്മാണുക്കളെ നശിപ്പിച്ച് കളയുന്നു. അപ്പൊ വേസ്റ്റുകളെ നമുക്ക് എന്താണ്, സേഫ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാനും ലാൻഡ് ഫില്ലിന് വേണ്ടി യൂസ് ചെയ്യാവുന്നതുമാണ്. ഇനി മൈക്രോവേവ് ഇറാഡിയേഷൻ ആണെങ്കിലോ? അതായത് ചൂട്, നല്ല രീതിയിൽ ചൂട് കൊടുത്തിട്ട് ഇതേപോലെ ഹൈ ഫ്രീക്വൻസി വേവ്സ് യൂസ് ചെയ്തിട്ട് പാത്തജൻസിനെ ഡിസ്ട്രോയ് ചെയ്യുക. മൈക്രോവേവ്സ്, അതായത് വേവ്സിന്റെ ഹെൽപ്പോടുകൂടി ഉയർന്ന താപനിലയിലുള്ള ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് വേവ്സ് മീൻസ് സൂക്ഷ്മാണുക്കൾ എന്താണ് നീക്കം ചെയ്യുന്നതിനുള്ള ഒരു മെത്തേഡാണ് മൈക്രോവേവ് ഇറാഡിയേഷൻ. ക്ലിയർ ആണല്ലോ? അപ്പോ ഓട്ടോക്ലേവിലാണെങ്കിലും മൈക്രോവേവിലാണെങ്കിലും എന്താ ചെയ്യുന്നത്? സൂക്ഷ്മാണുക്കളെയാണ് നശിപ്പിച്ചു കളയുന്നത്. ഇൻസിനറേഷനിലാണെങ്കിലോ ഓക്കെ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ കെമിക്കൽ മെത്തേഡ് എന്താണ്, പ്ലാസ്മ പൈറോലിസിസ്, അതേപോലെ ലാൻഡ് ഡിസ്പോസൽ, അനർട്ടൈസേഷൻ. അതിനുശേഷം എന്താണ്, ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റിന്റെ ബെനിഫിറ്റ് വരുന്നുണ്ട്. ദെൻ ഇമേജ്, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഗോസ് എക്കോ ഫ്രണ്ട്ലി. അതിനുശേഷം ഹോസ്പിറ്റൽസിലെ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് എന്തെല്ലാം കാര്യങ്ങൾ ഈ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇതുവരെ റീഡ് ചെയ്തിട്ട് വേണം വരാനായിട്ട്. അതോടുകൂടി ആ ചാപ്റ്റർ എന്താണ്, കംപ്ലീറ്റ് ആകുന്നതായിരിക്കും. ഓക്കെ, ക്ലിയർ ആണോ എല്ലാവർക്കും? യെസ് മാം. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് സ്റ്റാർട്ട് ചെയ്തത്? എവിടെ നിന്നായിരുന്നു? നമ്മൾ ആ ബോക്സ് എന്താ പറയുക, സോൾഡ് വേസ്റ്റുകൾ എങ്ങനെ സെഗ്രിഗേറ്റ് ചെയ്യാം എന്നുള്ളത്, ഡിഫറെന്റ് 10 ടൈപ്സ് ഓഫ് വേസ്റ്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്ത്. ഏതൊക്കെയായിരുന്നു? അതായത് അനിമൽ വേസ്റ്റ്, ഹ്യൂമൻ അനാറ്റമിക്കൽ വേസ്റ്റ്, അനിമൽ വേസ്റ്റ്, മൈക്രോബയോളജി ആൻഡ് ബയോടെക്നോളജിക്കൽ വേസ്റ്റ്, ഷാർപ്പ് വേസ്റ്റ്, well discarded medicines, cytotoxic drugs, solid waste, liquid waste, incineration ash, chemical waste. ഓക്കെ, ഹ്യൂമൻ അനാറ്റമിക്കൽ വേസ്റ്റ് അതിനെന്താ ചെയ്യേണ്ടത്? യെല്ലോ ബാഗിലാക്കിട്ട് ഡിസ്കാർഡ് ചെയ്യാം, എന്നിട്ട് ഇൻസിനറേഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഡീപ് ബെറിയൽ മെത്തേഡ് യൂസ് ചെയ്തിട്ട് എന്താണ്, അതിനെ ഫൈനലി നമുക്ക് നശിപ്പിച്ചു കളയാവുന്നതാണ്. ഇനി അനിമൽ വേസ്റ്റ് ആണെങ്കിലോ?
അനിമൽ ബോഡി പാർട്സിന്റെ അനിമൽ വേസ്റ്റിൽ നമുക്ക് ഏതൊക്കെയാണ് ടിഷ്യൂസ് വരാം, ഓർഗൻസ് വരാം, ബോഡി പാർട്സുകൾ വരാം, ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ്, ഇത്തരത്തിലുള്ള എല്ലാ അനിമൽ വേസ്റ്റുകളെയും യെല്ലോ പ്ലാസ്റ്റിക് ബാഗിലായിരിക്കണം ഡിസ്പോസ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ഇൻസിനറേഷൻ അല്ലെങ്കിൽ ഡീപ് ബെറിയൽ മെത്തേഡ് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി മൈക്രോബയോളജി അല്ലെങ്കിൽ ബയോടെക്നോളജി വേസ്റ്റുകൾ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത്തരം വേസ്റ്റുകളെ യെല്ലോ അല്ലെങ്കിൽ എന്താണ് റെഡ് കളർ ബാഗിലായിരിക്കണം ഡിസ്കാർഡ് ചെയ്യേണ്ടത്. ഇനി ഡിസ്കാർഡ് ചെയ്തു, ഇനി എന്ത് ചെയ്യണം? അതിനെ ഡിസ്പോസൽ മെത്തേഡ് ഏതായിരിക്കണം? ലോക്കൽ ഓട്ടോക്ലേവിംഗ്, മൈക്രോവേവിംഗ്, ഇൻസിനറേഷൻ. മൈക്രോവേവിംഗ്, ഓട്ടോക്ലേവിംഗ് അല്ലെങ്കിൽ ഇൻസിനറേഷൻ മെത്തേഡ് ഫോളോ ചെയ്യാവുന്നതാണ്. ഇനി ഷാർപ്പ് വേസ്റ്റുകൾ ആണെങ്കിലോ? ഷാർപ്പ് ഫങ്ഷണൽ റെസിസ്റ്റൻസ് ബ്ലൂ ഓർ വൈറ്റ് ട്രാൻസ്ലൂസന്റ് ആയിട്ടുള്ള പഞ്ചർ റെസിസ്റ്റന്റ് കണ്ടെയ്നർ. പഞ്ചർ റെസിസ്റ്റന്റ് കണ്ടെയ്നേഴ്സിലായിരിക്കണം ഇത്തരം വേസ്റ്റുകളെ ഡിസ്പോസ് ചെയ്യേണ്ടത്. ഇനി ഏതൊക്കെ മെത്തേഡ് ഫോളോ ചെയ്യാം? കെമിക്കൽ ഡിസിൻഫെക്റ്റിംഗ്, കെമിക്കൽ ട്രീറ്റ്മെന്റിന് വിധേയമാക്കാം. അതല്ലെങ്കിലോ? മൈക്രോവേവിംഗ്, ഓട്ടോക്ലേവിംഗ്, ഷ്രെഡിംഗ്, മ്യൂട്ടിലേഷൻ, ഏത് മെത്തേഡ് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഇനി ഡിസ്കാർഡഡ് മെഡിസിൻ അതേപോലെ സൈറ്റോടോക്സിക് ഡ്രഗ്സുകൾ ആണെങ്കിലോ? ഏത് കളർ ബാഗാണ്? ബ്ലാക്ക് ഓർ ബ്ലാക്ക് അല്ലെങ്കിൽ റെഡ് ബാഗിലായിരിക്കണം ഡിസ്പോസ് ചെയ്യേണ്ടത്. ഇനി ഫൈനലി എങ്ങനെ റിമൂവ് ചെയ്യണം? ഇൻസിനറേഷൻ അല്ലെങ്കിൽ ലാൻഡ്ഫിൽ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. ഇൻസിനറേഷൻ അല്ലെങ്കിൽ ലാൻഡ് ഫില്ലിന് വേണ്ടിയാണ് ഇത്തരം വേസ്റ്റുകളെ യൂസ് ചെയ്യുന്നത്. ഇനി സോയിൽഡ് വേസ്റ്റ്, അതായത് ബ്ലഡ് അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന മെറ്റീരിയൽസ് ഉണ്ടായിരിക്കും. അത്തരം വേസ്റ്റുകൾ എന്താ ചെയ്യേണ്ടത്? യെല്ലോ അല്ലെങ്കിൽ റെഡ് കളർ പ്ലാസ്റ്റിക് ബാഗിലാക്കിയിട്ട് ഇൻസിനറേഷൻ അല്ലെങ്കിൽ ഓട്ടോക്ലേവിംഗ് അല്ലെങ്കിൽ മൈക്രോവേവിംഗ് ചെയ്യാം. അതിലേത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഇനി സോളിഡ് വേസ്റ്റ്, ഷാർപ്സുകൾ അല്ലാത്ത മറ്റു വേസ്റ്റുകൾ ഉണ്ട്. ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന ഷാർപ്പുകൾ അല്ലാത്ത മറ്റു വേസ്റ്റുകൾ ഉണ്ട്. ഓക്കെ, ട്യൂബ് പോലുള്ളവ എന്ത് ചെയ്യണം? റെഡ് കളർ പ്ലാസ്റ്റിക് ബാഗിലാക്കിയിട്ട് അതിനുശേഷം നമുക്ക് കെമിക്കൽ ട്രീറ്റ്മെന്റ് ചെയ്യാം, ഓട്ടോക്ലേവിംഗ് ചെയ്യാം, മൈക്രോവേവിംഗ് ചെയ്യാം, മ്യൂട്ടിലേഷൻ ആൻഡ് ഷ്രെഡിംഗ്. ഇതിലേത് മെത്തേഡും സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി ലിക്വിഡ് വേസ്റ്റ്, അതിന് നമുക്ക് സെപ്പറേറ്റ് കണ്ടെയ്നറിന്റെ ആവശ്യം വരുന്നില്ല. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് അതിന്റെ കെമിക്കൽസ് ട്രീറ്റ്മെന്റ് ചെയ്ത ശേഷം നമ്മൾ അതിന്റെ ഡിസ്ചാർജുകളെല്ലാം ഡ്രെയിനിലേക്ക് ഒഴിച്ചു കളയാണ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇൻസിനറേഷൻ ആഷ്, അത് ബ്ലാക്ക് കളർ പ്ലാസ്റ്റിക് ബാഗിലാക്കിയിട്ട് നമ്മൾ ലാൻഡ് ഫിൽ ചെയ്യാൻ യൂസ് ചെയ്യുന്നു. ലാൻഡ് ഫില്ലിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് കെമിക്കൽ വേസ്റ്റ്, 2 ടൈപ്സ് ഓഫ് വേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ ഏതൊക്കെയാണ്? സോളിഡ് ആൻഡ് ലിക്വിഡ്. സോളിഡ് വരുന്നുണ്ട്. സോളിഡ് ആണെങ്കിൽ നമ്മൾ ബ്ലാക്ക് ബാഗിലായിരിക്കണം സ്റ്റോർ ചെയ്യേണ്ടത്. എന്നിട്ട് അതിനുശേഷം എന്ത് ചെയ്യണം? ലാൻഡ് ഫില്ലിന് വേണ്ടിയാണ് ഇത് യൂസ് ചെയ്യുന്നത് അല്ലേ? ലിക്വിഡ് ആണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഡ്രെയിനേജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് പ്രോസസ്സിലെ 3rd സ്റ്റെപ്പ് ഏതായിരുന്നു? മൂന്നാമത്തെ പ്രോസസ് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് സ്റ്റോറേജ്. അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? എന്തൊക്കെ കാര്യങ്ങളാണ് പെട്ടെന്ന് ഓർമ്മ വരുന്നത് പറഞ്ഞേ? ഏതൊക്കെയാ? നമുക്ക് എന്താ പറയാ, ട്രോളി അല്ലെങ്കിൽ വീൽ ബാരോസ് യൂസ് ചെയ്യാം, കവേർഡ് ആയിട്ടുള്ളത്. അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്നതിന് മുമ്പ് ടൈ ചെയ്തിട്ടുണ്ടാവണം. പിന്നെ അതിന്റെ ഡോക്യുമെന്റ്സ് ഡോക്ടറോ അല്ലെങ്കിൽ നേഴ്സോ സൈൻ ചെയ്തിരിക്കണം. അതിന്റെ ഒപ്പം ഡേറ്റും ഷിഫ്റ്റും പിന്നെ ക്വാണ്ടിറ്റി, ഡെസ്റ്റിനേഷൻ എന്നിവ എഴുതിയിട്ടുണ്ടാവണം. എപ്പോഴും ആ വെഹിക്കിൾ ഫുള്ളി ക്ലോസ്ഡ് ആയിരിക്കണം. അകഭാഗങ്ങളൊക്കെ കഴുകാൻ പറ്റുന്ന രീതി, നല്ലോണം ക്ലീൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളത്. ഇനി ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുടെ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം? കറക്റ്റ് ഫിൽഡ് ഗ്ലൗസ്, റബ്ബറൈസ്ഡ്. ഗ്ലൗസ് എങ്ങനെയുള്ള ഗ്ലൗസ് ആയിരിക്കണം? റബ്ബർ, നല്ല ക്വാളിറ്റി ഉള്ള റബ്ബർ കൊണ്ടുള്ള ഗ്ലൗസ് സെലക്ട് ചെയ്യുക. പിന്നെന്താണ്? പിന്നെന്തൊക്കെ ശ്രദ്ധിക്കണം? ഹാൻഡ് വാഷ് 2 ടൈംസ് ചെയ്യണം. ഹാൻഡ് വാഷ് എല്ലാം എന്താ ചെയ്യേണ്ടത്? ഈ ഗ്ലൗസ് പ്രോപ്പർ ആയിട്ട് 2 ടൈംസ് എങ്കിലും വാഷ് ചെയ്തിരിക്കണം. അതുപോലെ ഓരോ യൂസിന് ശേഷം, ഓരോ തവണ വേസ്റ്റുമായിട്ട് നമ്മൾ കോണ്ടാക്ട് വന്നതിന് ശേഷവും ഗ്ലൗസ് ഡിസിൻഫെക്റ്റന്റോ അല്ലെങ്കിൽ സോപ്പോ ഉപയോഗിച്ച് വാഷ് ചെയ്തിരിക്കണം. ഉപയോഗിക്കുന്ന ആളുടെ കയ്യിൽ ഫിറ്റ് ആയിട്ടുള്ള രീതിയിൽ വേണം. മാസ്ക് ആണെങ്കിലോ? മാസ്ക്, ഗൗണ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ
ഫ്ലൂയിഡ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് കൊണ്ട് വേണം നമ്മൾ ഗൗൺസ്, മാസ്ക് മാസ്ക് ആണെങ്കിൽ സോറി എന്താ പറയാ നമ്മളെ പലതരം മാസ്കുകൾ, ഫേസ് ഷീൽഡ് എന്നിവയൊക്കെ ഉപയോഗിച്ചിരിക്കണം. പ്രത്യേകിച്ച് നമ്മളെ ഈ ഇൻസിനറേഷൻ ആ ഒരു പ്രോസസ്സിന് ഉള്ളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഗ്യാസ് ഫിൽറ്റേർഡ് ആയിട്ടുള്ള മാസ്കുകൾ ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ അത് ഉപയോഗിക്കുക. അല്ലെങ്കിൽ നോസും വായയും വൃത്തിയിൽ കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മാസ്കുകൾ ഉപയോഗിക്കുക. സെലക്ട് ചെയ്യുക. ഇനി ബൂട്ട്സ് ആണെങ്കിൽ ഫുൾ ആയിട്ട് കവർ ചെയ്തിട്ടുള്ള സ്കിഡ് ഫ്രീ ആയിട്ടുള്ള റബ്ബർ കൊണ്ടുള്ള ബൂട്ടുകൾ ഉപയോഗിക്കുക. ഓക്കെ, നമ്മൾ 3 മെത്തേഡ് പഠിച്ചു. ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്പോസലുമായി ബന്ധപ്പെട്ട് 3 മെത്തേഡ് ഏതൊക്കെയായിരുന്നു? ഇൻസിനറേഷൻ ടെക്നോളജി, ഓട്ടോക്ലേവിംഗ്, മൈക്രോവേവ്, ഇറാഡിയേഷൻ. ആ 3 മെത്തേഡും ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ബാക്കി റിമൈനിങ് 4 മെത്തേഡുകൾ ഉണ്ട്. ഏതൊക്കെയാണ്? കെമിക്കൽ മെത്തേഡ് വരുന്നുണ്ട്, പ്ലാസ്മ പൈറോലിസിസ് വരുന്നുണ്ട്, ലാൻഡ് ഡിസ്പോസൽ ആൻഡ് 7th one എനർട്ടൈസേഷൻ. ഓക്കെ, ബാക്കി വരുന്ന എല്ലാ ടോപ്പിക്കും എന്താണ് നല്ല രീതിയിൽ റീഡ് ചെയ്തിട്ട് വരാം. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? നോ മാം. ഓക്കെ, എന്നാ ഞാൻ ക്ലാസ് ലീവ് ചെയ്തോട്ടെ? ഓക്കെ മാം, താങ്ക് യു മാം. ഓക്കെ, ബൈ. Okay, ma'am. Thank you.